നമ്മൾ ജൂൾസ് എന്ന ഏലിയൻ്റെ സിനിമ ചെയ്തപ്പോൾ അതുപോലുള്ള മറ്റ് സിനിമകളും ചെയ്യുമോ എന്ന് ആളുകളെല്ലാം ചോദിച്ചിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഏലിയൻ വരുന്നതൊന്നുമല്ല, ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മോട്ടിവേഷനും കൂടെ ഈ സിനിമയിൽ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് വലിയ ത്രില്ലൊന്നും ഉണ്ടാവില്ല, ത്രില്ലടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമയല്ല. പക്ഷേ നമ്മൾ ഈ സിനിമ കണ്ടിരിക്കും. അതിൻ്റെ കാരണം ചിലരുടെ ജീവിതമായിട്ട് ഈ സിനിമയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. എൻ്റെ ജീവിതമായിട്ട് ഇതിന് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ സിനിമ മുഴുവനും കണ്ടിരുന്നത്. എന്നാൽ ചില ആളുകൾക്ക് ഈ സിനിമയിൽ കാണുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഈ സിനിമയുടെ വൺ ലൈൻ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. എന്നാൽ അത് ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ പറയുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബിസിനസ് എല്ലാം പൊളിഞ്ഞ് ജീവിതത്തിൽ തോറ്റെന്ന് വിചാരിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് നടക്കുന്ന ഒരുത്തൻ, എന്നാൽ ബിസിനസ് എല്ലാം ചെയ്ത് ജീവിതത്തിൽ എങ്ങനെയാലും വിജയിക്കണമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരുത്തൻ, അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാൽ പിന്നെ എന്തൊക്കെയാണ് നടക്കാമെന്നാണ് ഈ സിനിമയിൽ മൊത്തം കാണിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ട് മോശം സിനിമയാണെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലൊരു സിനിമയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇനിയും സംസാരിക്കാനായിട്ട് നിന്ന ഈ സിനിമയുടെ കഥ പറയുന്ന പോലെയാകും. എന്നാൽ പിന്നെ നമുക്ക് 2020 റിലീസ് ചെയ്ത കോഫി ഓർ ടീ എന്ന സിനിമയുടെ കഥ കേൾക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഫെലിക്സ് എന്ന പേരുള്ള ഒരു പയ്യൻ ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അവൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ 22-ാം വയസ്സ് മുതൽ അവൻ പല ബിസിനസ്സുകൾ ചെയ്തു. പച്ചക്കറികൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ നോക്കി, അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കച്ചവടം ചെയ്യാൻ നോക്കി. എന്നാൽ അതിലൊന്നും അവന് വിജയിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ അവസാനമായിട്ട് 15 ദിവസങ്ങൾക്ക് മുന്നേ 8.9 ലക്ഷം യുവാൻ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. അതാണെങ്കിൽ അവന് സഹിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിലും 8.9 ലക്ഷം യുവാൻ കയ്യിൽ നിന്ന് നഷ്ടമായെന്ന് പറഞ്ഞാൽ വിഷമാതിരിക്കുക, എനിക്ക് എന്തായാലും ഇത്രയും കാശ് കയ്യിൽ നിന്ന് നഷ്ടമായതോടുകൂടെ അവൻ ഇൻസോംനിയ എന്നൊരു രോഗത്തിന് അടിമയായി. അതെന്ത് രോഗമെന്ന് വെച്ചാൽ ഈ രോഗം ബാധിച്ച ആൾക്ക് പിന്നെ ഉറങ്ങാനായിട്ട് പറ്റില്ല, ഉറക്ക് വരില്ല. അങ്ങനെ ബിസിനസ് ചെയ്ത് പൊട്ടി വീടൊന്നും ഇല്ലാതെ ഏതൊക്കെയോ സ്ഥലങ്ങളിലാണ് അവൻ കിടന്നുറങ്ങുന്നത്. അവന് വീട്ടുകാരുണ്ടോ കൂട്ടുകാരുണ്ടോ എന്നൊന്നും അറിയില്ല. അതൊന്നും ഈ സിനിമയിൽ പറയുന്നില്ല. അതെല്ലാം നമ്മളൊന്ന് കണ്ണടിച്ച് വിടുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ ഇൻസോംനിയ ബാധിച്ചതുകൊണ്ട് തന്നെ ഇതെങ്ങനെയും ഒന്ന് മാറി കിട്ടാനായിട്ട് നമ്മുടെ ആളൊരു ഡോക്ടറുടെ അടുത്തേക്കാണ് വരിക. എന്നാൽ ഡോക്ടർ പറയാ, മോനെ ഫെലിക്സേ, ഈ രോഗം ബാധിച്ച് ഇഷ്ടം പോലെ ആളുകൾ എനിക്കറിയാം. അവരെല്ലാവരും സ്വയം വിചാരിച്ചാലേ ഈ രോഗം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റൂ. നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ കൂട്ടുകാരുടെ കൂടെ ദൂരേക്ക് യാത്രകൾക്ക് പോവുക. ഇതുപോലുള്ള യാത്രകൾക്ക് മാത്രമേ നിന്റെ ഈ രോഗത്തെ മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫെലിക്സിന് കൂട്ടുകാരില്ല. അവൻ ഇതുപോലെ ചെറുപ്രായത്തിലെ ബിസിനസിന്റെ പിന്നാലെ ഓടി നടന്നിട്ട് അവന് കൂട്ടുകാരൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ള കൂട്ടുകാർ ഇവന്റെ ബിസിനസ് കണ്ടിറങ്ങിപ്പോയതാണോ എന്ന് അറിഞ്ഞൂടാ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ അവന്റെ ഡോക്ടർ അവൻ അവസാനമായിട്ട് എന്തോ ഒരു കപ്പ് ചികിത്സ കൂടെ ചെയ്തു കൊടുക്കും. എന്നാൽ ആ ചികിത്സക്കും അവനെ മാറ്റാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോൾ അവന് വേറെ വഴിയൊന്നുമില്ല, എങ്ങനെയും പോയി മരിച്ചേ പറ്റൂ. അവൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ബിൽഡിങ്ങിന്റെ തൊമ്പത്തേക്ക് വന്ന് അവിടെ നിന്ന് ചിരിഞ്ഞു കൊടുത്തു. ഇനി താഴെ വീണ് മരിച്ചാൽ മാത്രം മതി. പെട്ടെന്നാണ് പിന്നീന്ന് ആരോ വന്ന് പിടിക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന നേരം ഒരു ഡെലിവറി ബോയ് ആണ് വന്ന് പിടിച്ചിരിക്കുന്നത്. പിന്നെ അവൻ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നാണ് നമ്മൾ കാണുന്നത്. അവന്റെ പേര് കിം എന്നാണ്. ഈ സിറ്റിയിൽ നിന്നും വളരെ ദൂരെയായിട്ട് ഒരു ചെറിയ ഗ്രാമത്തിലാണ് അവൻ ജീവിക്കുന്നത്. ഇത്രയും വികസിച്ച് വന്നിട്ടില്ല ആ ഗ്രാമം, വളരെ ചെറിയൊരു ഗ്രാമമാണ്. അവന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ അവനോട് എപ്പോഴും പറയും, നീ വലുതായാൽ പുറം നാട്ടിൽ പോയിട്ട് സിറ്റിയിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന്. അതിനവൻ ചോദിക്കും, പുറം സിറ്റിയിൽ പോയിട്ട് അവിടെ ഇപ്പം എന്താ കാണാൻ മാത്രമേ. അതിനച്ഛൻ പറയാ, അതെല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നീ സിറ്റിയിൽ തന്നെ പോകണമെന്നാണ്. എന്തായാലും അവനെ വലുതായാൽ അച്ഛൻ സിറ്റിയിലേക്ക് അയക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. അവൻ വലുതായപ്പോൾ അവൻ്റെ അച്ഛൻ സിറ്റിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അവൻ കണ്ണും നിറഞ്ഞോട് തിരിച്ചു പോകാൻ നേരത്ത് ഞാൻ പച്ച പിടിക്കാതെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് അച്ഛനോട് പറയും. അതിനച്ഛൻ പറയാ, പച്ച പിടിക്കാണ്ടെങ്കിലും നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും, നിന്നെ അടിച്ച് ഞാൻ ഒടിക്കുമെന്നാണ്. അങ്ങനെ പട്ടണത്തിലെത്തുന്ന കിം അവിടെ നിന്ന് ജോലി ചെയ്യാനായിട്ട് ഒരു ഡെലിവറി ഏജൻസിയിലാണ് ജോലിക്കായിട്ട് കയറി ചെല്ലുന്നത്. അവിടെ ഒരു ഡെലിവറി ബോയ് ആയിട്ട് അവൻ അങ്ങനെ ജോലി ചെയ്യും. അങ്ങനെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഈ 10 വർഷമായിട്ടും ആ ഏജൻസിയിൽ ഏറ്റവും കൂടുതലും ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്ത ആളുകൾക്ക് കൊടുക്കേണ്ട അവാർഡ് കിട്ടിയത് നമ്മുടെ കിമ്മിനാണ്. അവൻ ആൾ വിചാരിച്ച പോലെയല്ല, ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ അവൻ ലക്ഷക്കണക്കിന് വീടുകളിൽ പാക്കേജുകൾ ഡെലിവറി ചെയ്തു. സാധാരണയായിട്ട് ഒരു ഡെലിവറി ബോയോ ഗേളോ ഒരു ദിവസം 150 പാക്കേജുകളാണ് ഡെലിവറി ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനത്ത് നമ്മുടെ ആൾ 180ഉം 200 ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞുകൊണ്ട് തന്നെ കയ്യിലെ കാശുകളെല്ലാം കൂട്ടിവെച്ച് നാട്ടിലേക്ക് തിരിച്ചു നിന്ന് അവിടെ ഒരു ഡെലിവറി ഏജൻസി തുടങ്ങാനാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ ജോലിയും രാജിവെച്ച് അവൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു വാനും വാങ്ങിയെടുക്കും. ഡെലിവറി എല്ലാം ചെയ്യാനുള്ളതല്ലേ. ഇനി അവന്റെ കയ്യിൽ 1,90,000 യെന്നാണുള്ളത്. ഇതും കൊണ്ടാണ് പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങേണ്ടത്. അങ്ങനെ അവസാന ദിവസം മുതലാളിയോട് യാത്ര പറയാനായിട്ട് അവന്റെ വാനിലാണ് അവൻ അങ്ങോട്ട് വരുന്നത്. അതിലാണെങ്കിൽ അവന്റെ ഫോട്ടോയും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോവാണ്. അവിടെ എത്തിയിട്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരു ഡെലിവറി ബിസിനസ് തുടങ്ങാനാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുമ്പോൾ മുതലാളി ചോദിക്കും, നീ എന്താ പറയുന്നത്? നീ എന്തിനാ ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത്?
കൊണ്ടുവന്ന് ഞാൻ നിനക്ക് തരേണ്ട കാശുകളെല്ലാം കൃത്യസമയത്ത് തരുന്നില്ലേ? മുതലാളി അറിഞ്ഞിട്ടില്ല അവൻ ഇതുപോലെ പോകുന്ന കാര്യം. അതിന് നമ്മുടെ ആള് പറയുന്നത് അനുകൂലമായ കാറ്റടിച്ചാൽ പന്നികൾ വരെ പറക്കാൻ ശ്രമിക്കുമെന്നാണ്. അതായത് ഇപ്പം നല്ലൊരു കാറ്റാണ് അടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയിട്ട് ബിസിനസ് ചെയ്യട്ടെ എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അനുകൂലമായ കാറ്റ് എന്താന്ന് വെച്ചാൽ നല്ല സമയത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് വേറെയും എന്തെങ്കിലും അർത്ഥം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് ഞാൻ എപ്പോഴും പറയുന്ന, പക്ഷെ ആരും അങ്ങനെ പറയാറൊന്നുമില്ല, വിഷമമുണ്ട്. ഇവിടെ മുതലാളി അവൻ എന്തായാലും പോവുമല്ലേ, അവൻ അവസാനമായിട്ട് ഒരു ജോലി കൊടുക്കും. ഒരു ഡെലിവറിയാണ് അവൻ്റെ കൈ വെച്ച് കൊടുക്കുക. അങ്ങനെ ആ പാക്കേജ് എത്തിച്ചു കൊടുക്കാനായിട്ട് കിം അവിടെ നിന്ന് ഓടുകയാണ്. അത് ആരുടെ പാക്കേജാന്ന് വെച്ചാൽ ഫെലിക്സിന്റെ പാക്കേജാണ്. അങ്ങനെ അവനുള്ള ബിൽഡിങ്ങിൽ എത്തുമ്പോൾ അവിടെ നിന്ന് അവനെ ചോദിക്കുന്ന നേരം അവൻ നേരെ മേലേക്ക് കയറിപ്പോയെന്നാണ് പറയുക. അങ്ങനെ മേലെ എത്തിയിട്ട് അവൻ ചാടാൻ നിൽക്കുന്ന നേരമാണ് അവനെ പിടിച്ചിട്ട് ഈ ഡെലിവറി കൊടുക്കുന്നത്. എന്നാൽ ചാവാൻ പോകുന്നവൻ എന്ത് ഡെലിവറി ഇരിക്കുന്നത്, ഇതൊന്നും എനിക്ക് വേണ്ടോ, നീ തന്നെ വെച്ചോന്നും പറഞ്ഞ് അവൻ ചാടാനായിട്ട് പോകുന്ന നേരം ഇതിലൊരു ഒപ്പിട്ടിട്ട് നീ എന്ത് വേണേലും കാണിച്ചോ എന്നാണ് കിം അറിയുക. എന്നാലും കിമ്മിന് മനസ്സിലായിട്ടില്ല അവൻ ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെന്ന്. എന്തായാലും അവൻ ഒപ്പിട്ട് കഴിയുന്ന നേരം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ ചോദിക്കും. അതിന് ഫെലിക്സ് പറയാ, ഞാൻ ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്നവരെ ഞാൻ എന്ത് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞാലും ഞാൻ വിശ്വസിച്ചിരുന്നത് ആ ബിസിനസ്സാണ് തോറ്റത്, ഞാനല്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിസിനസ് അല്ല തോൽക്കുന്നത്, ഞാനായിരുന്നു. കിമ്മാണെങ്കിൽ അപ്പം തന്നെ ബിസിനസ്സാണ് തോൽക്കുന്നത്, നമ്മളല്ല എന്ന് പറഞ്ഞ് അവൻ്റെ ആ വാക്ക് അവൻ്റെ പുസ്തകത്തിലേക്ക് എഴുതി വെക്കാണ്. ഇത് അത്രയും നല്ല വാക്കാണോ എന്ന് ഫെലിക്സ് ചോദിക്കുന്ന നേരം നമ്മുടെ ആൾ പറയും, നല്ല വാക്കാണോന്നോ, ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരിക്കലും കള്ളം പറയാറില്ല, ഇത് നല്ല വാക്കാണ്. ഫെലിക്സ് പറയാ, ഞാൻ നിന്റെ കൂട്ടുകാരനല്ല കസ്റ്റമറാണ്. അതിന് കിം അറിയും, ഞാൻ നിനക്ക് ഇഷ്ടം പോലെ പാക്കേജുകൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു കസ്റ്റമറായിട്ടല്ല എൻ്റെ കൂട്ടുകാരനായിട്ടാണ് കാണുന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നേരെ താഴേക്ക് ചാടാനുള്ള പരിപാടി എങ്ങാനും ആണോ? ഇവിടെ വേറെ വഴിയൊന്നും കാണുന്നില്ല. ഫെലിക്സിന് അപ്പോഴാണ് മനസ്സിലാവുക ഇവൻ എന്തോ ഒരു പിരി പോയി കിടക്കുന്ന ചെക്കനാണ്. എന്തായാലും അവൻ ഒഴിവാക്കാനായിട്ട് ഞാൻ യൂനാനിലേക്ക് പോവാന്നാണ് പറയാ. എന്നാൽ ഈ യൂനാനിലാണ് കിമ്മിന്റെ ഗ്രാമമായിട്ടുള്ള ചിങ്മയി എന്ന ആ ചെറിയ ഗ്രാമം കിടക്കുന്നത്. യൂനാൻ എന്ന് വെച്ചാൽ വലിയൊരു പ്രവിശ്യയാണ്. അവിടെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ചിങ്മയി എന്ന കിമ്മിന്റെ ഗ്രാമം. അന്നേരം കിം, നിങ്ങൾ യൂനാനിലേക്കാണോ? എന്റെ ഗ്രാമം അവിടെ തന്നെയാണുള്ളത്, നിങ്ങൾ എന്റെ കൂടെ പോരുന്നോ? ഞാൻ തിരിച്ചെന്റെ നാട്ടിലേക്ക് പോവാണെന്ന് പറയും. നീ എന്തിനാ തിരികെ നിന്റെ നാട്ടിലേക്ക് പോകുന്നത്? നിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയോ? എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയല്ല, നാട്ടിൽ ചെന്നിട്ട് ഒരു ചെറിയ ഡെലിവറി ബിസിനസ് തുടങ്ങണം, അതിനായിട്ടാണ് പോകുന്നത്. ആ നേരെ അണ്ണാക്കിലേക്ക് ഇറങ്ങി കൊടുക്കുക, ബിസിനസ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയമെന്ന് ഫെലിക്സ് തിരിച്ചു പറയും. അവൻ ഇങ്ങനെയെല്ലാം പറയുന്നുണ്ടെങ്കിലും അവൻ വിചാരിക്കുന്നത് കിമ്മിന്റെ കൂടെ നാട്ടിലേക്ക് പോയാലോ എന്നാണ്. നേരത്തെ ഡോക്ടറും പറഞ്ഞിരുന്നല്ലോ കൂട്ടുകാരുടെ കൂടെ ദൂരേക്ക് യാത്രയെല്ലാം ചെയ്യണമെന്ന്. എന്തായാലും കൂടെ കൂട്ടുകാരെന്ന് പറയാനായിട്ട് ആരുമില്ല. കിമ്മിനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ട് അവന്റെ കൂടെ അവന്റെ നാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിച്ച് അവനോട് സമ്മതിക്കും. പിന്നെ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും കൂടെ കിമ്മിന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ഫെലിക്സ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അവൻ എന്താണ് ഇപ്പൊ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞെടുക്കും. ഇതെല്ലാം കേൾക്കുന്ന കിം വലിയ ആശാന പോലെ അപ്പോൾ തന്നെ ഒരു മോട്ടിവേറ്റർ ആകും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതത്തിൽ തോറ്റുപോയാൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും. നമ്മൾ എത്ര വീണാലും അവിടെ തളർന്ന് കിടക്കാൻ പാടില്ല, നമ്മൾ പിന്നെയും പിന്നെ എഴുന്നേറ്റ് മുന്നോട്ട് പോകണം. അതിന് ഫെലിക്സ് പറയും, കുറേ തവണ താഴെ വീഴുന്ന നേരം ഊപ്പാട് പോകുന്ന നേരം താനേ ഒരു മൂലയിൽ വന്നിരുന്നോളും. ഫെലിക്സിന്റെ അവസ്ഥ ഇപ്പം അതാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ കിം ഇപ്പോഴും അവനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഫെലിക്സ് ആണെങ്കിൽ അത് മെയിൻ ചെയ്യുക പോലും ചെയ്യാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങനെ അവർ കുറേ ദൂരം യാത്ര ചെയ്ത് അവസാനം കിമ്മിന്റെ നാട്ടിലെത്തും. ആ ഗ്രാമം കാണാനായിട്ട് നല്ല രസമാണ്. കുറച്ച് ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഗ്രാമത്തിന് ഒരു പ്രത്യേക രസമാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഗ്രാമത്തിലേക്ക് പെട്ടിയും പാണ്ടങ്ങളുമായിട്ട് കയറി ചെല്ലുന്ന നേരം അവിടെ എന്തോ ഒരു ചടങ്ങാണ് നടക്കാനായിട്ട് പോകുന്നത്, എന്തോ ഒരു സെറിമണി നടക്കാനായിട്ട് പോവുകയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ കിമ്മിന്റെ നാട്ടുകാർ തേയില കൃഷി ചെയ്ത് ചായപ്പൊടിയാക്കിയിട്ടാണ് വിൽക്കുന്നത്. അതാണ് അവരുടെ ഏക വരുമാന സ്രോതസ്. എന്നാൽ എല്ലാ വർഷവും നല്ല വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പൂർവികർക്കായിട്ട് അവരിതുപോലൊരു ചടങ്ങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചടങ്ങ് എങ്ങനെയാന്ന് വെച്ചാൽ മുളയെല്ലാം കൂട്ടി കെട്ടിയിട്ട് ഒരു കുത്തുപിന്നാറുണ്ടാക്കും. അതിന്റെ മേലെ ആ നാട്ടിലെ മൂപ്പൻ കയറിയിട്ട് ഒരു വലിയ പടക്കം പൊട്ടിക്കണം. അത് പൊട്ടിച്ചാൽ അവരുടെ പൂർവികർക്ക് ഹാപ്പിയായി. അങ്ങനെ അവരുടെ മൂപ്പൻ പടക്കവുമായിട്ട് അതിന്റെ മേലെ കയറി മേലെ വെച്ച് അത് കത്തിച്ച് കഴിയുമ്പോഴാണ് അത് താഴേക്ക് വീണ് പോവുക. അപ്പൊ തന്നെ അതാരോ തട്ടിക്കളയും. അതാണെങ്കിൽ മറ്റൊരുത്തന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അവനാണ് അതിലും വലിയൊരു തട്ടാണ് തട്ടുന്നത്. അത് നേരെ ചെന്ന് വീഴുന്നത് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പയ്യന്റെ അടുത്തേക്കാണ്. അത് അവിടെ നിന്നെങ്ങാനും പൊട്ടിയാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. അത് കാണുന്ന കിം അതിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ്. അത് പൊട്ടിയെന്ന് വിചാരിക്കുമ്പോഴേക്ക് കിം ഓടിച്ചെന്ന് അതിനൊരൊറ്റ അടിയാണ്. എന്നാൽ അവർ വിചാരിച്ചതിലും ആ നാട്ടുകാർ വിചാരിച്ചതിലും കുറെ ഉയരത്തി ചെന്നാണ് ഈ പടക്കം പൊട്ടുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഓക്കെയായി. അതേ സമയത്താണ് ഫെലിക്സിന്റെ മോന്തയിലേക്ക് അവിടെ നിന്ന് ഒരു വണ്ട് വന്നിരിക്കുന്നത്. അതെന്ത് വണ്ടാന്ന് അറിഞ്ഞൂടാ. അത് വന്ന് അവന്റെ മോന്തയ്ക്ക് ഒരൊറ്റ കടിയാണ്. അതോടുകൂടി അവന്റെ ബോധം പോയി. അങ്ങനെ അവനെ എടുത്ത് കിം നേരെ കിമ്മിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെയാണെങ്കിൽ കിമ്മിന് അമ്മയില്ല, അച്ഛനുണ്ട്. അച്ഛൻ അവനെ കാണുമ്പോൾ തന്നെ ഓടി വന്ന്, എടാ കള്ള കടയാടി, നിന്നോട് പച്ച പിടിക്കാതെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്നിട്ട് അവന് പെരുത്ത് അടി അടിച്ചോണ്ട് നിൽക്കാണ്. ഇതെല്ലാം കണ്ടോണ്ട് ആ നാട്ടിലെ മൂപ്പനും ഇരിക്കുന്നുണ്ട്. അച്ഛൻ പറയും, നിനക്ക് മൂപ്പന്റെ മോനെ പോലെ ആവണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് തിരിച്ചു പോയിക്കോ. അതിന് മൂപ്പൻ പറയും, വെറുതെ എന്തിനാ എന്റെ മകൻ ഇതിലേക്ക് നീ വലിച്ചിടുന്നത്? മൂപ്പന്റെ മോന്റെ പേരാണ് ഷാവോക്ക്. അവൻ എന്ത് പറ്റിയെന്ന് കിമ്മു ചോദിക്കുന്നവരാണ് അങ്ങേര് പറയാ അവൻ മരിച്ചുപോയി. എന്നാൽ എങ്ങനെയാണ് മരിച്ചതെന്നൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുന്ന കിമ്മു ഞെട്ടുന്നുണ്ട്. എന്നിരുന്നാലും അച്ഛൻ ഇപ്പോഴും വടികൊണ്ട് അടിക്കാനായിട്ട് ഓങ്ങാണ്. അപ്പോഴാണ് ആരോ ആർക്കുന്ന ശബ്ദം കേൾക്കുക. നോക്കുമ്പോഴാണ് കാണുക നേരത്തെ ഫെലിക്സിന്റെ മോന്തയിൽ ഒരു വണ്ട് കടിച്ചിരുന്നല്ലോ, അതെല്ലാം ചെണർത്ത് പൊന്തി വന്നിട്ടുണ്ട്. അത് ഭേദമാവാനായിട്ട് ആ നാട്ടിലെ ഒരാള് അങ്ങേരുടെ
പശുവിനെ കൊണ്ട് അവന്റെ മുഖത്ത് നക്കിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ അത് പെട്ടെന്ന് മാറുമെന്നാണ് അങ്ങനെ പറയുന്നത്. ഫെലിക്സിനാണെങ്കിൽ പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പരിപാടികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും സഹിച്ചല്ലേ പറ്റൂ, ഇവിടെ എത്തിപ്പെട്ടു പോയില്ലേ. എന്തായാലും പശുവിന്റെ നക്കലെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഇന്ന് ചടങ്ങ് നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പുഴു, പഴുതാര, തേള് ഇതുപോലുള്ള സാധനങ്ങളാണ് അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടുവെക്കുന്നത്. എന്നാൽ ഫെലിക്സിന് ഇതൊന്നും തിന്ന് തീരെ ശീലമല്ല. ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് ചൈനയിലുള്ള ആളുകളെല്ലാവരും ഇതുപോലെ പുഴുവിനെയും പഴുതാരയും ഒക്കെ തിന്നതെന്നാണ്. പക്ഷെ അവിടെയുള്ള ചില ആളുകൾ മാത്രമാണ് ഇതുപോലെ പുഴുകളെയും പഴുതാരകളെയും ഒക്കെ തിന്നുന്നത്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ പറയുക, നമ്മൾ ഇതുപോലെ പൂർവികന്മാർക്കായിട്ട് ഒരു ചടങ്ങൊന്നും നടത്തിയിട്ട് കാര്യമില്ല, നമുക്ക് വിളവ് കൂടുതലൊന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല. മറ്റുള്ള കമ്പനികളെല്ലാം തേയില പൊടിച്ചാണ് വിൽക്കുന്നത്. നമ്മൾ ഇതുപോലെ വിറ്റിട്ട് കാര്യമില്ല. നമ്മൾ വിൽക്കുകയാണെങ്കിൽ കമ്പനികൾക്ക് വിൽക്കണം. കമ്പനികളാണ് നമ്മുടെ ദൈവം. ശരിക്കും അവരുടെ നാട്ടിൽ തേയില കൃഷി ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ വലിയ വലിയ കമ്പനികൾ ചായ പൊടിയാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് തീരെ ലാഭമൊന്നും കിട്ടുന്നില്ല. അവർക്ക് തീരെ വിളവും കിട്ടുന്നില്ല, ലാഭവും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ആ നാട്ടിൽ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല. കാരണം കയ്യിൽ കാശൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ നാട്ടിൽ നിന്നിട്ട് കാര്യമുണ്ടോ. എന്നാൽ അവൻ ഈ സംസാരിക്കുന്ന കാര്യം ദൂരെ നിന്ന് നമ്മുടെ മൂപ്പൻ കേട്ടു. മൂപ്പൻ അത് കേൾക്കുമ്പോൾ തന്നെ ആരാണ്ടാ ഇങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ച് അവരുടെ ഇടയിലേക്ക് വന്നിരിക്കും. അന്നേരം മറ്റൊരുത്തൻ എഴുന്നേറ്റ് പറയും, ഞാനിവിടെ ഒരു മാസം ജോലി ചെയ്താൽ എനിക്ക് 500 യാൻ മാത്രമാണ് കിട്ടുന്നത്. എന്നാൽ പട്ടണത്തിൽ പോയി ജോലി ചെയ്താൽ അവിടെ ഒരു ദിവസം 80 യാൻ കിട്ടും. പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് കേൾക്കുന്ന മൂപ്പൻ, എന്നാൽ പിന്നെ നീ പട്ടണത്തിലേക്ക് പൊക്കോടോ എന്ന് പറയുന്ന നേരം അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകും. അതോടുകൂടെ നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം 79 ആയിട്ട് മാറി. എന്നാൽ ഫെലിക്സ് ആ ചായ എടുത്ത് കുടിച്ചു നോക്കുന്ന നേരം, അവരുടെ ചായ എടുത്ത് കുടിച്ചു നോക്കുന്ന നേരം അതിന് നല്ല രസമാണ്. പെട്ടെന്ന് തന്നെ അവന്റെ ഉള്ളിലെ ബിസിനസ്സുകാരെ എഴുന്നേൽക്കും. എന്നാൽ എഴുന്നേറ്റ പോലെ തന്നെ ഒരൊറ്റ അടിയെ അവനെ പിടിച്ച് ഉറക്കുകയും ചെയ്യും. എന്തായാലും അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു കുന്നിന് പുറത്ത് വന്ന് അവരുടെ നാടിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കിം അപ്പോഴും പറയുന്നത് അവന് ബിസിനസ് തുടങ്ങിയിട്ട്, ഡെലിവറി ബിസിനസ് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് എങ്ങനെയും വിജയിക്കണം എന്നാണ്. എന്നാൽ അവന് ഈ ബിസിനസ് തുടങ്ങുന്ന കാര്യം നാട്ടിലെ മൂപ്പന് തീരെ ഇഷ്ടമല്ല. ചായപ്പൊടിക്ക് എതിരായിട്ട് ആരെന്ത് ബിസിനസ് ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയാലും അങ്ങേർക്ക് അത് തീരെ ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും ഈ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് ഈ നാട്ടിൽ എങ്ങനെയും വിജയിക്കണം, ഇവിടെ നിന്ന് പോയ ചെറുപ്പക്കാരെയെല്ലാം എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് കിം പറയുന്നത്. അന്നേരം ഫെലിക്സ് പറയും, നീ ഈ നാട്ടിൽ ഡെലിവറി ബിസിനസ് തുടങ്ങിയിട്ട് കാര്യമല്ല. ഈ നാട്ടിലുള്ള ആളുകളെല്ലാം വയസ്സായ ആളുകളാണ്. അവർക്ക് ആർക്കും ഓർഡർ ചെയ്യാനോ സാധനങ്ങൾ വാങ്ങാനോ ഒന്നും അറിയില്ല. അപ്പോഴും അവർ കാണുന്നുണ്ട് നാട്ടിലെ മൂപ്പരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുറെ ചെറുപ്പക്കാർ വീണ്ടും നാട് വിട്ടു പോകുന്നത്. അന്നേരം ഫെലിക്സ് പറയും, ശരിക്കും ആ പോയവരാണ്, ആ നാട് വിട്ടു പോയവരാണ് നിന്റെ യഥാർത്ഥ കസ്റ്റമേഴ്സ്, അവരെയാണ് നീ പിടിക്കേണ്ടത്. എന്നാൽ കിം ഇതെല്ലാം പറയുന്നത് ഫെലിക്സിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അവൻ ഇതുപോലെ കുറെ ബിസിനസ് നടത്തി പൊട്ടിയാളാന്നറിയാം. അതുകൊണ്ട് ബിസിനസിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനാണ് കിം ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത്. എടാ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന് കിം ചോദിക്കുന്ന നേരം ഫെലിക്സ് പറയും, എനിക്ക് എങ്ങനെയും തോൽവിയിൽ നിന്നല്ല ഒന്ന് മാറി നിൽക്കണം, അത്ര മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ, ഞാൻ നിന്റെ കൂടെ ഇല്ല. എന്നിട്ട് അവൻ പോവാനായിട്ട് എഴുന്നേൽക്കുന്നവരാണ് തൊട്ടു മുന്നിലേക്ക് ഒരു പശു വരുന്നത്. അത് കണ്ട് തിരിയുമ്പോൾ തന്നെ അവൻ ആ കുന്നിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് വീഴാണ്. ഉരുണ്ടടിച്ച് താഴേക്ക് പോകുന്ന നേരം കിം മേലെ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നമുക്ക് പാർട്ട്ണർ ആയാലോ എന്ന്. എന്നാൽ അപ്പോഴേക്ക് കിം ഏതോ ഒരു മരത്തിന് പോയിട്ട് അടിച്ചവിടെ നിൽക്കും. ഇനി രക്ഷയൊന്നുമില്ല, ഈ നാട്ടിൽ നിന്ന് പെട്ടെന്നൊന്നും പോകാനായിട്ട് പറ്റില്ല. പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്താലും നമ്മൾ കാണുന്നത് അവൻ കിമ്മിന്റെ കൂടെ കൈയും കാലും തലയും എല്ലാം കെട്ടിയിട്ട് ഉറങ്ങാനായിട്ട് കിടക്കാണ്. അങ്ങനെ കിടക്കാനേ പറ്റൂ, അവനൊരിക്കലും ഉറക്കം വരില്ല. അവൻ ഇൻസോംനിയ ബാധിച്ച് കിടക്കാണല്ലോ. അങ്ങനെ ഇപ്പൊ 23 ദിവസം കഴിഞ്ഞു. കിം അവന്റെ ബിസിനസ് തുടങ്ങാനായിട്ട് പോവാണ്. അവൻ ആദ്യം തന്നെ ഒരു കടയിലേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ട് അത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്ന കാണാം, ഷാവോക്കിനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. ഈ ഷാവോക്ക് ആരാന്ന് വെച്ചാൽ മൂപ്പന്റെ മരിച്ചുപോയ മകനാണ്. അവനെ കുറിച്ച് എന്തിനാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചെന്ന് അറിയില്ല. എന്തായാലും കിം ആ കുപ്പി വെള്ളം വാങ്ങുന്നതോടൊപ്പം തന്നെ ആ കടയും വാങ്ങിക്കളയും. അവന്റെ കാശെല്ലാം ഇട്ടിട്ട് ആ കടയും വാങ്ങിക്കളയും. ഡെലിവറി ചെയ്യാനായിട്ട് ഒരു സ്ഥലം വേണ്ടേ. അങ്ങനെ യൂണിഫോം എല്ലാം സെറ്റപ്പ് ചെയ്ത് അവൻ ഡെലിവറി ബോയ്സിനെ ഇറക്കും. ഇവരെ ഡെലിവറി ബോയ്സ് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, മുഴുവൻ പ്രായമായിട്ടുള്ള ആളുകളാണ്. എന്നിട്ട് അവരുടെ മുദ്രാവാക്യം എന്താണെന്ന് കിം അറിഞ്ഞു കൊടുക്കും. ഒറ്റ ക്ലിക്കിൽ എന്ത് സാധനവും നിങ്ങളുടെ വീട്ടിലെത്തും. അത് കഴിഞ്ഞ് ഫെലിക്സിനോട് 2 വാക്ക് പറയാൻ പറയുമ്പോൾ ഫെലിക്സ് പറയും, ഞാൻ എന്തിനാ പറയുന്നത്, ഇത് നിന്റെ ബിസിനസ് അല്ലേ, നീ എന്റെ പാർട്ട്ണർ ആടാന്ന് പറയുന്ന നേരം ഫെലിക്സ് പറയും, ഞാൻ നിന്റെ പാർട്ട്ണർ ഒന്നുമല്ല, ഞാൻ ഒരു അക്ഷരം പോലും മിണ്ടാൻ പോകുന്നില്ല. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, ഇവരെ ഡെലിവറി ചെയ്യാൻ പോകുന്ന വഴിക്ക് കാലനെങ്ങാനും ഇവരെ ഡെലിവറി ചെയ്യുമെന്നാണ് എൻ്റെ പേടി. അത് കേൾക്കുന്ന ഒരു അപ്പാപ്പൻ അവനെ പഞ്ഞിക്കിടാനായിട്ട് വരുന്ന നേരം കിം പറയും, നിങ്ങൾ അടി കൂടാതെ നിങ്ങളുടെ കഴിവെന്താന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് അപ്പാപ്പന്മാരുടെ കഴിവെന്താന്ന് നമ്മൾ കാണുന്നത്. അവർ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത പരിപാടികളൊന്നുമില്ല. സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളല്ലല്ലോ, മേലനങ്ങി കപ്പയും പയറും തിന്നുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത പരിപാടികളൊന്നുമില്ല. ഇത് കണ്ട് ഞെട്ടുന്ന ഫെലിക്സ് പറയും, ഇവർ ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുമെങ്കിൽ ഇവർക്ക് ഡെലിവറി ചെയ്യാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടേ. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ അടുത്ത് ഏതെങ്കിലും ചന്തയുണ്ടെങ്കിൽ ആ ചന്തയാണ് നിന്റെ എതിരാളി. ഇത് കേൾക്കുമ്പോൾ തന്നെ അവൻ ആ ചന്തയിലേക്ക് വെച്ച് പിടിക്കും. ചെന്നോക്കുന്നേരം നാട്ടുകാരെല്ലാവരും അവിടെ നിന്നാണ് സാധനം വാങ്ങുന്നത്. അതുകൊണ്ട് ഇവരുടെ ബിസിനസ് ഇവിടെ നടക്കുമെന്ന് അറിയില്ല. നമ്മുടെ ആള് സാധനങ്ങളെല്ലാം വില കുറവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി എന്ന് വിളിച്ചലറും നേരം ആരും അവനെ മെയിൻറ്റ് പോലും ചെയ്യുന്നില്ല. അന്നേരം ഫെലിക്സ് തൊട്ടടുത്ത കടയിലുണ്ടായിരുന്ന ഒരു ഉച്ചഭാഷിണി എന്ന് പറഞ്ഞാൽ സ്പീക്കറും ടിവിയും വാടകയ്ക്ക് എടുക്കും. കിം അതിൽ വിളിച്ചു പറയുന്ന നേരം ഫെലിക്സ് അവൻ പറയുന്ന സാധനങ്ങളെല്ലാം ടി വിയിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ നാട്ടുകാർ ചെരുപ്പുണ്ടോ, പാത്രം കിട്ടുമോ, ഡ്രസ്സ് കിട്ടുമോ എന്നെല്ലാം ചോദിക്കുന്ന നേരം അതെല്ലാം വില കുറവിൽ ടി വിയിൽ കാണിച്ചു കൊടുക്കും. എന്തായാലും വില കുറവിൽ സാധനങ്ങൾ കിട്ടാൻ പോവല്ലേ. അത് കേൾക്കുന്ന നാട്ടുകാരെല്ലാവരും കൂടെ ഈ
ഇപ്പൊ അവന്റെ ചുറ്റും കൂടിയിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ വന്ന് ഇവിടെ ടി വി കിട്ടുമോ എന്ന് ചോദിക്കുന്ന നേരം വില കുറവിൽ കിട്ടുന്ന ടി വിയും കാണിച്ചു കൊടുക്കും. അവർ ശരിക്കും നിൽക്കുന്നത് ഇതുപോലെ ടി വികളെല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു കടയുടെ മുന്നിലാണ്. ഇപ്പോൾ അങ്ങേർക്കിട്ട ഒരു പണിയാണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും ടി വി കണ്ട് ഇഷ്ടപ്പെടുന്ന ചേച്ചി അതിന്റെ കാശ് കൊടുക്കുന്ന നേരം കിമ്മ് അറിയാം 3 ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിലെത്തുന്നു. അപ്പോഴാണ് അവർ പറയാ 3 ദിവസം കൊണ്ട് വീട്ടിലെത്തുന്നോ, അതെന്ത്, ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ അപ്പം തന്നെ കിട്ടുമല്ലോ, നീ ഒരു പറ്റിക്കലല്ലേടോ എന്ന് ചോദിച്ച് അവനെ അടിക്കാനായിട്ട് ഓടിക്കുകയാണ്. എന്നാൽ അവിടെ ഒരു അടി പൊട്ടുമെന്ന് മനസ്സിലാക്കിയ ഫെലിക്സ് ആദ്യമേ അവിടെ നിന്ന് മാറിക്കളഞ്ഞിരുന്നു. അവനറിയാം ഇതുപോലെയെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ അവർ തിരിച്ച് കടയിലെത്തുന്ന നേരം ഫെലിക്സ് അവനോട് പറയും, നീ ഡെലിവറി ചെയ്യുന്ന പരിപാടി നിർത്ത്, ഇതൊരിക്കലും ഈ നാട്ടിൽ നിന്നെ കൊണ്ട് നടത്താനായിട്ട് പറ്റില്ല. അന്നേരമാണ് ഒരു അമ്മച്ചി കടയിലേക്ക് വന്ന് ചോദിക്കുക, നിങ്ങളുടെ കടയിൽ എന്ത് സാധനങ്ങളും കിട്ടുമെന്ന് ആളുകളെല്ലാം പറയുന്നത് കേട്ടു, എനിക്കും കിട്ടുമോ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന നേരം എനിക്ക് ഫ്രിഡ്ജാണ്, പക്ഷെ 3 ദിവസം കഴിഞ്ഞാലേ സാധനം വീട്ടിലെത്തും എന്ന് പറയും. എന്നാൽ അവർക്ക് കാശ് കൊടുക്കാനായിട്ട് മടിയാണ്. സാധനം കയ്യിൽ കിട്ടിയിട്ട് കാശ് തന്നാൽ മതി എന്ന് പറയുന്ന നേരം അമ്മച്ചി ഡബിൾ ഹാപ്പി. അപ്പൊ തന്നെ പുറത്തേക്ക് നോക്കിയിട്ട് ഇവിടെ സാധനം കയ്യിൽ കിട്ടിയിട്ട് കാശ് കൊടുത്താൽ മതി എന്ന് വിളിച്ചു പറയും. അന്നേരം അങ്ങോട്ട് ഒരു പട ആളുകൾ ഓടി വരുന്നു. അത് കാണുന്ന ഫെലിക്സിന്റെ കണ്ണിൽ പിന്നെ ബിസിനസ്സുകൾ മാത്രമാണ് കാണുന്നത്. കിമ്മിന്റെ കണ്ണിലാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന കാശുകളാണ് കാണുന്നത്. അങ്ങനെ അവർ പറയുന്ന സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് അവർ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യാൻ തുടങ്ങി. നാട്ടുകാർക്കാണെങ്കിൽ കയ്യിൽ കിട്ടിയിട്ട് കാശ് കൊടുത്താൽ മതി എന്നുള്ളത് കൊണ്ട് അവരിപ്പോൾ വിശ്വാസമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ സൈസ് ഒന്നും കറക്റ്റ് ആവുന്നില്ല. അത് തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന നേരം കിമ്മ് വിളിച്ചു പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സാധനങ്ങളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, തിരിച്ചു കൊണ്ടുവന്നാൽ മതി, അതിന്റെ കാശ് ഞാൻ തിരിച്ചു തരും. എന്നാൽ അവൻ അപ്പറഞ്ഞ കാര്യം ഫെലിക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞ കാര്യം ശരിയല്ലാതായി പോയെന്നാണ് ഫെലിക്സിന്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ കാണുന്നത് മരിച്ചുപോയ ഷാവോക്കിന്റെ പേരിൽ ആരോ ഡെലിവറി ചെയ്തിരിക്കുന്നത്. എന്നാൽ അവർ വിചാരിക്കുക ഷാവോക്ക് മരിച്ചുപോയില്ലേ, പിന്നെ എങ്ങനെയാണ് അവനെ ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കാണുന്ന അവർ രണ്ടുപേരും പേടിക്കും. എന്നിരുന്നാലും ഈ സാധനം ഡെലിവറി ചെയ്തല്ലേ പറ്റൂ, ആർക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും സാധനം എത്തിച്ചല്ലേ പറ്റൂ, നമുക്കിത് അവന്റെ കുഴിമാടത്തിൽ കൊണ്ടുവെക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും രാത്രി തന്നെ അപ്പം തന്നെ ഡെലിവറി ആയിട്ട് പോവാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ അവർക്ക് പേടിയാവുന്നുണ്ട്. എന്നാലും ഇതിപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോവാന്ന് ഫെലിക്സ് ചോദിക്കുന്ന നേരം നമുക്കിത് അവന്റെ കുഴിമാടത്തിൽ വെച്ച് പോരാന്നും പറഞ്ഞാണ് കിമ്മ് നടക്കുന്നത്. അങ്ങനെ അവർ അഡ്രസ്സിൽ പറയുന്ന വീടിന്റെ മുന്നിലെത്തി. അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് തുറന്നു നോക്കുന്ന നേരം അതിനകത്ത് ആരെയും കാണുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നു വിചാരിച്ച് തിരിഞ്ഞു നോക്കുന്നവരാണ് തൊട്ടു പിന്നിൽ ഷാവോക്ക് നിൽക്കുന്നത്. അത് കണ്ടവർ പേടിച്ച് അലറും. പിന്നെ നമ്മൾ കാണുന്നത് മരിച്ചുപോയ ഷാവോക്കിന്റെ കയ്യിൽ നിന്നും കാപ്പി കുടിക്കുന്ന നമ്മുടെ ടീമിനെയാണ്. നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞ് നീ മരിച്ചെന്നാണല്ലോ, പിന്നെ നീ എങ്ങനെ ഇവിടെയെന്ന് കിമ്മ് ചോദിക്കുന്നവരാണ് ഷാവോക്ക് പറഞ്ഞു കൊടുക്കുക. നാട്ടിലെ കൃഷിക്കൊന്നും വിളവ് ലഭിക്കാത്തതുകൊണ്ട് തന്നെ നാട്ടിലെ പയ്യന്മാർ ഞങ്ങൾ നാട് വിട്ടു പോവാണ്, അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോൾ അത് നാട്ടുകാർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നയാളാണ് മൂപ്പൻ. ഈ മൂപ്പന്റെ മകനായ ഷാവോക്ക് കൂടെ ഞാൻ ഇതുപോലെ മറ്റൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അവൻ മരിച്ചതായിട്ട് മുദ്ര കുത്തി. അതുകൊണ്ടാണ് മൂപ്പൻ അവൻ മരിച്ചു പോയെന്ന് പറഞ്ഞു നടക്കുന്നത്. അങ്ങനെ പുറം നാട്ടിലേക്ക് നാട് വിട്ടെത്തുന്ന ഷാവോക്കിന് പുറം നാട് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നിരുന്നാലും കുറെ കാലം ജോലി ചെയ്ത് കിട്ടിയ കാശിന് ഒരു കാറും എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോന്നു. അങ്ങനെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് 32 സെന്റ് സ്ഥലവും വാങ്ങിയിട്ട് അവിടെ കാപ്പി കൃഷിയും ചെയ്താണ് ജീവിക്കുന്നത്. അവൻ ഈ കാപ്പി കൃഷി എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്റെ അച്ഛനോടുള്ള ഒരു പ്രതിഷേധമാണ്. അവന്റെ അച്ഛൻ തേയില കൃഷി മാത്രമാണല്ലോ ചെയ്യുക, അത് ചെയ്യാനാണല്ലോ അങ്ങേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാൽ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് അവൻ ഇപ്പൊ കാപ്പി കൃഷി ചെയ്യുന്നത്. എന്നാൽ ഷാവോക്ക് ഇതെല്ലാം പറയുന്ന സമയത്തും കിം അവന് തീരെ വില കൊടുക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇതിനു മുന്നേ ഒരൊറ്റ കാമുകി ഉണ്ടായിരുന്നു. ഒരൊറ്റ കാമുകിക്ക് വേണ്ടി അവർ രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അവസാനം അവൾ ഈ നാട് വിട്ട് അമേരിക്കയിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന്റെ ദേഷ്യം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഉണ്ട്. എന്നിരുന്നാലും ഷാവോക്ക് അവർക്ക് രണ്ടുപേർക്കും കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്ന നേരം ഫെലിക്സ് മാത്രമാണ് അത് കഴിക്കുന്നത്. കുടിച്ചു നോക്കുന്നവരാണ് മനസ്സിലാവുക ഈ കാപ്പിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ എന്തെല്ലാമോ ടേസ്റ്റുകളെല്ലാം മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ കാപ്പി കമ്പനികളായ 2 കാപ്പി കമ്പനികളുടെ ടേസ്റ്റുകൾ രണ്ടും ഇതിൽ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഫെലിക്സ് ഇത് കുടിച്ചു നോക്കുമ്പോൾ തന്നെ അവന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവൻ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ കിമ്മ് കുടിച്ചു നോക്കുന്ന നേരം അവൻ എന്തോ ഒരു കയ്പാണ് തോന്നുന്നത്. ഇവർ പറയും പോലെ ഇതിനും മാതിരി ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്നാണ് കിമ്മ് വിചാരിക്കുന്നത്. ഷാവോക്കിനാണെങ്കിൽ അവൻ ഇതെല്ലാം മനസ്സിലാക്കിയത് കാണുന്ന നേരം അത്ഭുതമാണ്. അവന്റെ ജീവിതത്തിൽ ചുരുക്കം ചില ആളുകളെ മാത്രമാണ് അവൻ ഇതുപോലെ കാപ്പിയുടെ സ്പെഷ്യലിസ്റ്റുകളായിട്ട് കണ്ടിട്ടുള്ളത്. അവൻ അപ്പം തന്നെ ഫെലിക്സിന് കൈയും കൊടുത്ത് കൂട്ടുകാരാകും. എന്നാൽ ഇതൊന്നും കിമ്മിന് കണ്ട് സഹിക്കാനേ പറ്റില്ല. അവനപ്പം തന്നെ ഇത് എന്റെ കൂട്ടുകാരനാടോ, അവനെ തട്ടിയെടുക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഫെലിക്സിനെ കൂട്ടിയിട്ട് അവിടുന്ന് തിരിച്ചു പോരും. എന്നാൽ അടുത്ത ദിവസം മുതലാണ് അവരുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നാട്ടുകാർ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നശിച്ചു പോവാണ്. മാത്രമല്ല വാങ്ങുന്ന സാധനങ്ങളൊന്നും നാട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അപ്പം തന്നെ അതുമായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് വരികയാണ്. അങ്ങനെ കടക്ക് മുന്നിൽ ഇപ്പോൾ മുഴുവൻ പ്രശ്നമാണ്. ഒരാൾ വന്ന് ഞാൻ വാങ്ങിച്ച 2 ഷൂസും ഇടത്തേക്കാലിൽ ഇടാൻ പറ്റുന്നതാണ്. മറ്റൊരാൾ വന്ന് ഞാൻ വാങ്ങിയ ബിസ്ക്കറ്റ് എല്ലാം പൊടിഞ്ഞു പോയെന്നും പറഞ്ഞ് അതെല്ലാം മാറ്റിത്തരാനായിട്ട് പറയാണ്. എന്നാൽ ഫെലിക്സ് അത് മാറ്റിത്തരാൻ പറ്റില്ല എന്ന് പറയുന്ന നേരം അവരിപ്പോഴും വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കിം അങ്ങോട്ട് വരുന്നത്. അന്നേരം ഒരു അമ്മച്ചി വിളിച്ച് പറയും, കിമ്മേ എനിക്ക് നിന്നെ ചെറുപ്പം മുതലേ അറിയാം, അതുകൊണ്ട് നിന്നിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. നീ പറഞ്ഞാണ് ഞങ്ങൾക്ക് വേണ്ടാത്ത സാധനമാണെങ്കിൽ തിരിച്ചു കൊണ്ട് തരാന്ന്. നീ ഇതെല്ലാം തിരിച്ചെടുക്കില്ലേ? കിമ്മിനാണെങ്കിൽ അവരുടെ മുഖം കാണുന്ന നേരം എന്ത് പറയണമെന്ന് അറിയില്ല. അവസാനം അവൻ ഈ സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ചെടുത്തോളാന്ന് സമ്മതിക്കും. അവൻ ആ പറഞ്ഞതാണെങ്കിൽ ഫെലിക്സിന് തീരെ ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാലും അവനോട്
ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, എന്തായാലും പറഞ്ഞു പോയില്ലേ, അതെല്ലാം തിരിച്ചെടുത്തേ പറ്റൂ. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം കൊടുത്ത് സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കും. ഇനി ഈ സാധനങ്ങളൊന്നും പട്ടണത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, അവരുടെ കയ്യിൽ തന്നെ വെക്കണം. അന്ന് രാത്രി ഉറങ്ങാനായിട്ട് കിടക്കുന്ന നേരം അവർക്ക് രണ്ടുപേർക്കും ഉറക്കം വരുന്നില്ല. ഫെലിക്സിനാണെങ്കിൽ എന്തായാലും ഉറക്കം കിട്ടില്ല, കിമ്മിനാണെങ്കിൽ ഇപ്പോൾ ഉറക്കം വരുന്നേ ഇല്ല. അപ്പോഴാണ് അവനും മനസ്സിലാവുക ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. ഫെലിക്സ് ചോദിക്കും, നീ എന്തിനാ അവരോട് ഇതെല്ലാം തിരിച്ചെടുക്കാൻ പോവാണെന്ന് പറഞ്ഞ്. അന്നേരമാണ് കിമ്മു അറിയുക, ഈ നാട്ടിൽ പണത്തേക്കാളും മൂല്യം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യസന്ധതയോടെ നമ്മൾ എത്ര കാലം ഇവിടെ ജോലി ചെയ്യുന്നോ അത്രയും കാലമേ നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ആദ്യത്തെ പരിപാടി തന്നെ പൊട്ടിയതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്ന നേരം പറയും, എന്ത് വിഷമം, ഞാൻ വിജയിച്ചില്ലല്ലോ, വിജയിച്ചെങ്കിലല്ലേ ഞാൻ തോൽക്കാൻ പോകുന്നുള്ളൂ. ഇപ്പൊ കയ്യിലുള്ള ഈ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ കൊണ്ടുപോയി വിറ്റാലേ എനിക്ക് എന്തെങ്കിലും കുറച്ച് കാശ് കിട്ടും. ആ കാശിന് ഞാൻ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ചാലേ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വീണ്ടെടുക്കും. ഈ ജീവിതം വളരെ ചെറുതാണെന്ന് ആളുകൾ പറയുന്നത് വെറുതെയാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്, ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടംപോലെ പരിപാടികൾ ചെയ്യാൻ പറ്റും. കിമ്മി ഇമാതിരി ഡയലോഗെല്ലാം അടിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ ഷാവോക്കിന്റെ കാറിന്റെ ടയറുകളെല്ലാം ഊരി വിറ്റ് അത് കാശാക്കി. അങ്ങനെ കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഒരു ചെറിയ പയ്യൻ വന്ന്, നിങ്ങൾ എന്തും ഡെലിവറി ചെയ്യില്ലേ, എൻ്റെ അമ്മയെ നിങ്ങൾ ഡെലിവറി ചെയ്ത് തരുമെന്ന് ചോദിക്കുക. അമ്മ ദൂരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യാണ്, ഈ ന്യൂ ഇയറിൽ പോലും തിരിച്ചെത്തിയില്ല. അതിന് കിം അവിടെ ഉണ്ടായിരുന്ന ഒരു പാവ എടുത്തിട്ട് ഇത് നിന്റെ അമ്മ നിനക്ക് അയച്ചു തരാനായിട്ട് പറഞ്ഞാന്ന് പറഞ്ഞ് അത് അവന്റെ കൈ വെച്ചു കൊടുക്കും. എന്നാൽ അപ്പോഴാണ് അങ്ങോട്ട് ഷാവോക്ക് വരുന്നത്. അവനറിയാം കിമ്മാണ് ടയറുകളെല്ലാം ഊരി വിറ്റേന്ന്. പക്ഷെ അത് അവൻ വലിയൊരു കാര്യമാക്കില്ല. അവൻ കുറച്ച് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ചോദിക്കുക. ഈ കാപ്പിപ്പൊടികളെല്ലാം നീ പട്ടണത്തിലേക്ക് വിൽക്കുന്നതാണോ എന്ന് ഫെലിക്സ് ചോദിക്കുന്ന നേരം പറയും, എന്ത് വിൽക്കാനോ, ഞാനിതെന്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന ജോലിയാണ്, ഇതെന്റെ ബിസിനസ് ഒന്നുമല്ല. എന്നാൽ ഈ കാപ്പിപ്പൊടിയുടെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിക്കുന്ന നേരം ഷാവോക്ക് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞെടുക്കും. 32 സെന്റിലാണ് ഇപ്പോൾ 700ഓളം കാപ്പിച്ചെടികൾ അവൻ കുഴിച്ചിട്ട് വെച്ചിരിക്കുന്നത്. ഒരൊറ്റ വിളവെടുപ്പിൽ എല്ലാ ചെടിയിലേത് കൂടെ നോക്കുകയാണെങ്കിൽ 350 കിലോ കാപ്പിക്കുരു കിട്ടും. എന്നാൽ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കുന്ന നേരം നമ്മുടെ ഫെലിക്സിന് വലിയൊരു ബിസിനസ്സാണ് മനസ്സിലേക്ക് വരുന്നത്. നല്ല ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണിത്. ഫെലിക്സ് ചോദിക്കും, എന്നാൽ പിന്നെ നിനക്കിതൊരു ബിസിനസ് ആയിക്കൂടെ, കൃഷിയുടെ കാര്യങ്ങളെല്ലാം നീ നോക്കിക്കോ, കച്ചവടത്തിന്റെയും മാർക്കറ്റിന്റെയും കാര്യം ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കോളാം. എന്നാൽ ഞാൻ വിൽക്കാനായിട്ട് കാപ്പിക്കുരുകൾ തരില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇതെല്ലാം വളർത്തുന്നതെന്നാണ് ഷാവോക്ക് പറയുന്നത്. അവൻ ഒരിക്കലും ഇത് കച്ചവടം ചെയ്യില്ല. രണ്ടുപേരും അവനോട് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് തീരെ മനസ്സിലാവുന്നില്ല. അവൻ കച്ചവടം ചെയ്യില്ല എന്ന് ഉറപ്പിച്ചു പറയും. എന്നിരുന്നാലും തിരിച്ചു വരുന്ന നേരം 2 പെട്ടി കാപ്പിപ്പൊടി വാങ്ങിയിട്ടാണ് നമ്മുടെ ടീം വരുന്നത്. അതിലൊന്ന് ഇറ്റലിയിലേക്കും ഒന്ന് അമേരിക്കയിലേക്കും അയക്കാനാണ്. അതെന്തിനാന്ന് വെച്ചാൽ എല്ലാ വർഷവും ലോകത്തിലെ ഏറ്റവും നല്ല കാപ്പിപ്പൊടി കണ്ടുപിടിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ 2 കാപ്പിപ്പൊടിയും 2 സ്ഥലങ്ങളിലേക്കായിട്ട് അയച്ചിട്ടുള്ളത്. എന്തായാലും ഇറ്റലിയിലേക്ക് അയച്ച കാപ്പിപ്പൊടി അവിടെ എത്തി. അവിടെ മത്സരത്തിനായിട്ട് ആ കാപ്പിപ്പൊടി പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ റിസൾട്ട് എന്താവും അറിയാനായിട്ട് ഇവിടെ ഫെലിക്സ് കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറ്റലിയിൽ നിന്ന് അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അതെടുക്കാൻ നോക്കുന്ന നേരം റേഞ്ച് കിട്ടുന്നില്ല, സംസാരിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല. തൊട്ടടുത്തുള്ള പീക്കിരി പിള്ളേരാണെങ്കിൽ അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് തന്നെ അവനോട് സംസാരിച്ച് കൊടുക്കുകയാണ്. അവനൊന്നും കേൾക്കുന്നുമില്ല. അപ്പോഴാണ് ഷാവോക്ക് ചോദിക്കുക, നീ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോഴാണ് അവൻ പറഞ്ഞു കൊടുക്കുക, ഇതുപോലെ മത്സരത്തിനായിട്ട് നിന്റെ കാപ്പിപ്പൊടി അയച്ചോ എന്നുള്ള കാര്യം. എന്തിനാ, ഞാൻ പറഞ്ഞതല്ലേ ഇതുപോലുള്ള പരിപാടിക്കൊന്നും ഇത് അയക്കേണ്ടെന്ന്. എന്നിരുന്നാലും റിസൾട്ട് കേൾക്കാനായിട്ട് കാത്തിരിക്കുക എന്ന് പറയുന്ന നേരം അവനും കാത്തിരിക്കും. റിസൾട്ട് എന്താണെന്ന് അറിയാലോ. ഇവരെ കോൾ ചെയ്ത് കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടുന്ന് മെയിലായിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. നോക്കുന്നേരാണ് കാണുക, ലോകത്തിലെ ഏറ്റവും നല്ല കാപ്പിപ്പൊടികളിൽ 2ാം സ്ഥാനം ഷാവോക്കിന്റെ കാപ്പിപ്പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ 2 ആളുകളും അത് കണ്ട് സന്തോഷിക്കുന്ന നേരം ഷാവോക്കിനാണെങ്കിൽ സന്തോഷമൊന്നുമില്ല. അവൻ കുറച്ച് അകലേക്ക് മാറി നിന്ന് പശു അമറുന്ന പോലെ ആർത്തമറുകയാണ്. എന്നാൽ ഇതേ സമയത്ത് നാട്ടിലെ മൂപ്പനും ടീമും എങ്ങനെയാണ് തേയിലയുടെ വിളവ് കൂട്ടുക എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടീമാണെങ്കിൽ ദൂരെയായിട്ട് വലിയ 2 മരത്തിനടുത്തേക്കാണ് ചെല്ലുന്നത്. ഈ 2 മരം കൂടെ വലുതായിട്ട് കൂടിച്ചേർന്ന് ഒറ്റ മരം പോലെയായി മാറിയിട്ടുണ്ട്. അത് കാണാനായിട്ടെല്ലാം നല്ല രസമാണ്. നമ്മുടെ ടീം ചെറുപ്പത്തിൽ അച്ഛന്മാരോട് അടി കൊള്ളുന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് ഓടി വരുന്ന ഈ സ്ഥലത്തേക്കായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ ടീം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ബിസിനസ് വിജയിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഷാവോക്കാണെങ്കിൽ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്തു, ഞാൻ നിങ്ങളുടെ കൂടെ ബിസിനസ്സിനായിട്ട് വരാമെന്ന്. എന്തായാലും രാത്രിയാകുന്ന നേരം അവരവിടെ തന്നെ കിടന്നുറങ്ങാനായിട്ട് വിചാരിക്കും. ഷാവോക്ക് ഫെലിക്സിനോട് നീ ഉറങ്ങുന്നില്ല എന്ന് ചോദിക്കുന്നവരാണ് കിം അറിഞ്ഞു കൊടുക്കുക. അവൻ ഉറങ്ങാനായിട്ട് പറ്റില്ല, അവൻ അങ്ങനെ ഒരു രോഗം ബാധിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആളുകൾ 2 പേരും കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആകുന്നേരണ്ട് ഫെലിക്സ് അവിടെ കിടന്നുറങ്ങുന്നു. അവൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലെ കിടന്നുറങ്ങുന്നത്. അവന്റെ പ്രശ്നങ്ങളെല്ലാം മാറി. ശരിക്കും പറഞ്ഞാൽ അവന്റെ മനസ്സ് ഇപ്പോഴാണ് നല്ലപോലെ ഒന്ന് മാറി വന്നിട്ടുള്ളത്. എന്തായാലും അവർ അന്ന് തന്നെ ബിസിനസിനെ കുറിച്ചുള്ള ചർച്ചകളെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പോഴുള്ള 700 കാപ്പി തൈകൾ വെച്ച് അവർക്ക് ഒരിക്കലും ബിസിനസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയും കൂടുതൽ കാപ്പി തൈകൾ നട്ടേ പറ്റൂ. അതിനായി അവർ നാട്ടുകാരെയാണ് തെരഞ്ഞെടുക്കുന്നത്. അവർക്കെല്ലാവർക്കും പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യാൻ 22 സെന്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം തേയില കൃഷി മാറ്റി കാപ്പി കൃഷി തുടങ്ങണമെങ്കിൽ അവരുടെ എല്ലാം സമ്മതം കിട്ടണം. അപ്പോഴാണ് ഷാവോക്ക് പറയാ, അവരുടെ എല്ലാവരുടെയും സമ്മതം കിട്ടണമെങ്കിൽ ഒരൊറ്റയാളുടെ സമ്മതം കിട്ടിയാൽ മതി. അതാരാന്ന് വെച്ചാൽ നാട്ടിലെ മൂപ്പന്റെ സമ്മതം. ഷാവോക്കിന്റെ അച്ഛന്റെ സമ്മതം കിട്ടിയാലേ നാട്ടുകാരെല്ലാവരും കൃഷി മാറ്റിയിട്ട് കാപ്പി കൃഷി ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. എന്തായാലും മൂപ്പനോട് പോയി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അങ്ങേര് തേയില കൃഷി ചെയ്യണമെന്ന് മാത്രമേ പറയുള്ളൂ. എന്നാൽ ഈ മൂപ്പന്റെ കയ്യിൽ ഒരു മൈക്കുണ്ട്. ആ മൈക്കിൽ സംസാരിച്ചാൽ ഈ നാട്ടുകാർ മുഴുവനും കേൾക്കും. അവിടെ എല്ലാം സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആ മൈക്കിലൂടെ കാപ്പി കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും അതിന്റെ ഗുണങ്ങളും എല്ലാം സംസാരിച്ചാൽ നാട്ടുകാരെല്ലാവരും പെട്ടെന്ന് തന്നെ മനസ്സ് മാറ്റാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ആളുകൾ
ആളുകൾ മൂപ്പൻ ഇല്ലാത്ത നേരം നോക്കി അങ്ങേരുടെ വീട്ടിൽ കയറി അതിൽ അനൗൺസ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ ദൂരെ നിന്ന് മൂപ്പൻ ഇത് കേൾക്കുന്നുണ്ട്. അങ്ങേര് അപ്പം തന്നെ അങ്ങോട്ട് ഓടി വരികയാണ്. കിം സംസാരിക്കും, നമ്മൾ ഈ നാട്ടിൽ ചെയ്യുന്ന തേയില കൃഷി അതൊരിക്കലും ലാഭം കിട്ടുന്നൊരു പരിപാടിയല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനൊരിക്കലും നമ്മുടെ നാടിനെ കരക്ക് കയറ്റാനായിട്ട് പറ്റില്ല. ഇനിയും നമ്മൾ ഇങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകും. അവരെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മറ്റൊരു ജോലി ചെയ്തേ പറ്റൂ. അതിനായി നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഷാവോക്ക് ഇപ്പോൾ കാപ്പിപ്പൊടി കൃഷി ചെയ്ത് അതിലെന്തെല്ലാമോ പഠനങ്ങളെല്ലാം നടത്തി ഒരു നല്ല കാപ്പിപ്പൊടി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മത്സരത്തിനായിട്ട് അയച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല കാപ്പിപ്പൊടികളിൽ 2ാം സ്ഥാനമാണ് അവൻ്റെ കാപ്പിപ്പൊടിക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കാപ്പിപ്പൊടി കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് പോയവരെ എല്ലാവരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അവൻ സംസാരിച്ചോടെ നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് മൂപ്പൻ അങ്ങോട്ട് നടന്നു വരുന്നത്. അപ്പം തന്നെ കിം വിളിച്ചു പറയും, കാപ്പി കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും നാളെ രാവിലെ തന്നെ കാപ്പിത്തോട്ടത്തിലേക്ക് വരിക. അവിടെ ഞങ്ങൾ 3 പേരും ഉണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൈകളെല്ലാം ഞങ്ങൾ അവിടെ നിന്ന് തരും. എന്നിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ നേരെ മൂപ്പന്റെ മുന്നിലേക്കാണ് ചെന്ന് കയറി കൊടുക്കുന്നത്. മൂപ്പൻ പറയും, ഞാൻ എന്തായാലും നിന്നെ ചീത്ത പറയുന്നൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ തിരിച്ച് സിറ്റിയിലേക്ക് തന്നെ പോകും. എന്നാൽ ഈ നാട്ടുകാരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവർക്ക് വേറെ എവിടേക്കും പോകാനില്ല. അതിൻ്റെ എല്ലാം സമാധാനം ഞാൻ പറയണ്ടേ? അതിന് കിം പറയും, നിങ്ങൾ ഇതിനെല്ലാം കൂടെ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ ഷാവോക്കിന്റെ അച്ഛനാണ്, പക്ഷെ നാട്ടുകാരുടെ അച്ഛനല്ല. എന്തായാലും കുറച്ച് സമയം കൂടെ ഷാവോക്കിന്റെ അച്ഛനോട് മൂപ്പനോട് സംസാരിക്കുന്ന നേരം മൂപ്പൻ എന്തായാലും സമ്മതിച്ചു. ഇനി നാട്ടുകാർ സമ്മതിച്ചാൽ മാത്രം മതി. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മുടെ ആളുകൾ ഉറങ്ങുന്ന നേരം നമ്മുടെ ഡെലിവറി അപ്പൂപ്പന്മാരാണ് വന്ന് തട്ടി വിളിക്കുക. കണ്ണ് തുറക്കുന്ന നേരം അവരെ കാണുന്ന കിമ്മൊന്നും ഞെട്ടും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള കാശ് തന്നതല്ലേ, എൻ്റെ കയ്യിൽ ഇനി കാശ് എടുക്കാനൊന്നുമില്ല, ഞാൻ ഈ പരിപാടി നിർത്താൻ പോവുക. അതിനവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ വന്നല്ല, ഞങ്ങൾ കാപ്പി തൈകൾ വാങ്ങാനായിട്ട് വന്നാ. നിങ്ങൾ ഇതുപോലെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്, അതിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസമില്ലായ്കയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയും ഈ നാടിനെ കരകയറ്റുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഈ കാപ്പി തൈകൾ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടാലും അത് വലുതാകുന്ന വരെ ഞങ്ങൾക്ക് നിങ്ങൾ കാശൊന്നും തരണ്ട. വലുതായിട്ട് കാപ്പിക്കുരു കിട്ടിയിട്ട് മാത്രം കാശ് തന്നാൽ മതി. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന നേരം കുറേ നാട്ടുകാർ അവിടെ കാപ്പി തൈകൾ കിട്ടാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കാപ്പി കൃഷി ചെയ്യാനായിട്ട് പഠിപ്പിച്ചരോ എന്ന് ചോദിക്കുന്ന നേരം ഷാവോക്ക് വിളിച്ചു പറയും, ഞാൻ പഠിപ്പിച്ചരാ. അങ്ങനെ അടുത്ത ദിവസം മുതൽ തന്നെ നമ്മുടെ ആളുകൾ എല്ലാവരും കൂടെ തേയില കൃഷികളെല്ലാം വെട്ടി മാറ്റിയിട്ട് അവിടെ കാപ്പി കൃഷി ചെയ്യാൻ തുടങ്ങും. നാട്ടുകാരെല്ലാവരും ആണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ഉത്സാഹത്തിലാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്. കാപ്പി തൈകൾ നട്ട് കാപ്പിക്കുരുകളെല്ലാം വിറ്റ് അവർക്ക് കാശുകാരാവാൻ പറ്റുമെന്നുള്ളൊരു തോന്നൽ എല്ലാവരുടെ മനസ്സിലേക്കും വന്നിട്ടുണ്ട്. ആദ്യമായിരുന്നെങ്കിൽ തേയില കൃഷിയിൽ വലിയ ലാഭം ഉണ്ടാവില്ല എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഒരു സന്തോഷമില്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, എല്ലാവരും ജോലിക്ക് നേരത്തെ എത്തും. എല്ലാവരും ഒരുമിച്ചാണ്, കുറച്ചുകൂടെ കൂടുതൽ ഒത്തൊരുമയോടെയാണ് ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. കാപ്പി തൈകളെല്ലാം വലുതായി, അതിലെല്ലാം കാപ്പിക്കുരുക്കളുണ്ടായി, അതെല്ലാം ഉണങ്ങാനും തുടങ്ങി. ഇനിയാണ് ഷാവോക്കിന്റെ ജോലി തുടങ്ങുന്നത്. അവൻ ആ കാപ്പിക്കുരുക്കളെല്ലാം പൊടിച്ച് അതിൽ പല സാധനങ്ങളും ചേർത്ത് അവസാനം നല്ല കാപ്പി പൊടിയാക്കി എടുക്കും. അത് കഴിഞ്ഞാൽ കിമ്മും ഫെലിക്സും കൂടെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഫെലിക്സിന് അറിയാം അതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യം. പക്ഷെ അവനിപ്പോൾ അതിനൊരു ബ്രാൻഡ് നെയിം കൊടുത്തിട്ടില്ല. പക്ഷേ കെമിക്കൽസ് ഒന്നും ചേർക്കാത്ത ശുദ്ധമായ കാപ്പിപ്പൊടി എന്ന പേരിലാണ് അത് അവർ ഓൺലൈനിൽ ഇറക്കുന്നത്. ശരിയാണ്, അതുപോലെയുള്ളൊരു കാപ്പിപ്പൊടിയാണല്ലോ. എന്തായാലും വിചാരിച്ച പോലെയല്ല. ചൈനയിൽ കൂടുതൽ കാപ്പി കച്ചവടക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവരുടെ കാപ്പിപ്പൊടി ഇഷ്ടം പോലെ കച്ചവടമാകും. അവർ വിചാരിച്ചതിലും കൂടുതലാണ് കച്ചവടം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതെല്ലാം കണ്ട് കിമ്മും ഫെലിക്സും ഹാപ്പി ആകും. എന്നാൽ ഷാവോക്കാണെങ്കിൽ ഈ സമയത്തെല്ലാം മെഡിറ്റേഷൻ ആണ് ചെയ്യുക. അവർക്ക് രണ്ടുപേർക്കും എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്നെല്ലാം കാണിച്ചു കൊടുക്കെങ്കിലും അവർ രണ്ടുപേരും അതിനെ കളിയാക്കാണ് ചെയ്യുക. ഇതിനൊന്നും ആവശ്യമില്ല, ഇതുപോലെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ കളിയാക്കും. ഒരു ദിവസം ഷാവോക്ക് മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞു വരുന്നേരം കാണുന്നത് നമ്മുടെ ആളുകൾ കാപ്പി തൊട്ടിയിൽ കിടക്കുന്നതാണ്, കാപ്പിക്കുരുകളുടെ തൊട്ടിയിൽ കിടക്കുന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം അവരിപ്പോഴാണൊന്ന് ഹാപ്പി ആവുന്നത്. അവരെ കാണുമ്പോൾ തന്നെ ഷാവോക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറയും. എന്നാൽ അവന്റെ കൈയും പിടിച്ച് അവരെ കൂടെ ഈ കാപ്പിക്കുരുക്കളുടെ കൂട്ടത്തിലേക്ക് വലിച്ചിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫെലിക്സിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എടുത്തു നോക്കുന്ന നേരം അവൻ എന്തൊക്കെയോ ആശ്ചര്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മുടെ ആളുകൾ ഇതെന്താ അവൻ സംസാരിക്കുന്നതെന്ന് കേൾക്കാനായിട്ട് നിൽക്കുകയാണ്. ഫെലിക്സ് പറയും, വിളിച്ചിരിക്കുന്നത് സ്റ്റാർ നെസ്റ്റ് കമ്പനിയിൽ നിന്നാണ്. അവർ നമ്മളുമായിട്ട് ഒരു മീറ്റിംഗ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സ്റ്റാർ നെസ്റ്റ് കമ്പനി എന്താണെന്ന് കിമ്മിന് അറിയില്ല, പക്ഷേ ഷാവോക്കിന് അറിയാം. ലോകത്തെ ഏറ്റവും നല്ല കാപ്പിപ്പൊടി വിൽക്കുന്ന കമ്പനിയാണത്. അതുകൂടെ കേൾക്കുന്ന നേരം പിന്നെ അവർക്ക് കാത്തിരിക്കാനായിട്ട് പറ്റില്ല. അവരാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കാപ്പിപ്പൊടി അവർക്ക് വേണമെന്നാണ്. അന്ന് രാത്രി അവരതിന്റെ സന്തോഷത്തിൽ ബിയർ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാവോക്ക് പറയാ, ഞാൻ ഈ കാപ്പി കൃഷി ആദ്യം തുടങ്ങിയിരുന്നത് എൻ്റെ അച്ഛനെ തോൽപ്പിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അങ്ങയുടെ മനസ്സ് എനിക്ക് ഇപ്പോഴാണ് വായിക്കാനായിട്ട് പറ്റിയത്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അങ്ങയുടെ മനസ്സിൽ ഇപ്പം എന്നോട് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ ഫെലിക്സിനെ നമ്മൾ കാണുന്നത് അവൻ്റെ ഡോക്ടറുടെ മുന്നിലാണ്. അവനിപ്പോൾ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോന്നിട്ട് ഒരു മാസമായി. ഡോക്ടർ ചോദിക്കും, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ആ ഗ്രാമമല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നത്? നീ പറയുന്നതെല്ലാം കേട്ടാൽ മനസ്സിലാകും നിനക്ക് അവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. ഫെലിക്സ് പറയും, എനിക്ക് അവിടെ തന്നെ നിൽക്കാനായിരുന്നു ഇഷ്ടം, പക്ഷേ ചെറിയൊരു പ്രശ്നം പറ്റി. അതിൻ്റെ പേരിലാണ് എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. പിന്നെ അതെന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ കാണുന്നത്. അന്ന് ബിയറെല്ലാം അടിച്ച് ബോധം പോയി കിടന്നുറങ്ങിയതിൻ്റെ പിറ്റേന്ന് രാവിലെ ഒരു വണ്ടിയുടെ ഹോണടി ശബ്ദം കേട്ടാണ് അവർ പുറത്തേക്ക് വന്ന് നോക്കുന്നത്. വന്നിരിക്കുന്നത് സ്റ്റാർ നെസ്റ്റ് എന്ന കമ്പനിയിൽ നിന്ന് ആളുകളാണ്. അതിൽ നിന്ന് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പുറത്തിറങ്ങി വന്ന് അവരെ പോലും മെയിൻ ചെയ്യാതെ അവരുടെ വീട്ടിലേക്ക് കയറിയിട്ട് ടേബിളിന്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അവൾ
ഏഷ്യയിലെ സ്റ്റാർനെസ്റ്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ അധ്യക്ഷയാണ്. അവൾ ശരിക്കും വന്നിരിക്കുന്നത് ഇവരുടെ കാപ്പിപ്പൊടി വാങ്ങാനായിട്ടല്ല, അവരുടെ ബിസിനസ് തന്നെ ഏറ്റെടുത്ത് കൊണ്ടുപോകാനാണ്. അതിനായിട്ട് അവർക്ക് 3 മില്യൺ യാൻ ഓഫർ ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇവൾ വന്നിരിക്കുന്നത് ഇവരുടെ ബിസിനസ് തന്നെ ഏറ്റെടുക്കാനാണെന്നുള്ള കാര്യം ഷാവോക്കിനും കിമ്മിനും മനസ്സിലാവില്ല, ഫെലിക്സിന് മാത്രമാണ് മനസ്സിലാവുക. ആദ്യം 3 മില്യൺ കിട്ടാൻ പോകാൻ പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ വന്നാന്ന് മനസ്സിലാവുന്ന നേരം ഷാവോക്കിന് എന്തോ ഒരു മനസ്സ് മടുപ്പ്, അവനത് കൊടുക്കാനായിട്ട് തോന്നില്ല. എന്നാൽ ആ ലേഡി പറയും, എനിക്കറിയാം കഴിഞ്ഞ വർഷം നിങ്ങൾ 1.2 മില്യൺ ആണ് നേടിയിരിക്കുന്നത്, അതിൽ നിങ്ങളുടെ ചെലവും നികുതിയും എല്ലാം കൂടെ കുറച്ചാൽ 2.8 ലക്ഷം, അതാണ് നിങ്ങളുടെ ലാഭം. കൂടെ നിങ്ങൾ വളർച്ചാ നിരക്കം കണക്കിലെടുത്ത് അടുത്ത 10 വർഷത്തേക്കാണ് 3 മില്യൺ ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഫെലിക്സ് പറയും, ഇപ്പോഴത്തെ ചൈനയിലെ പോപ്പുലേഷൻ വെച്ച് നോക്കിയാൽ അടുത്ത 10 വർഷത്തേക്ക് അത് എത്രത്തോളം കൂടുമെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു കണക്ക് കൂടെ വെച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് ഈ 3 മില്യൺ ഒരിക്കലും തികയില്ല, ഞങ്ങൾക്ക് 6 മില്യൺ വേണം. 6 മില്യൺ കുറച്ച് കൂടുതലാണ്, എനിക്ക് നിങ്ങൾക്ക് 3 മില്യൺ ഓഫർ ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് 20 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ ചിന്തിച്ച് പറഞ്ഞാൽ മതി. അതിന് ഫെലിക്സ് പറയാം, ഇത് ചിന്തിക്കാനായിട്ട് ഞങ്ങൾക്ക് 20 മിനിറ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് 6 മില്യൺ കിട്ടിയാലേ ഈ ബിസിനസ് തരാനായിട്ട് പോകുന്നല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോ, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ഇത് കേട്ട് അവൾ തിരിഞ്ഞടക്കുന്ന നേരം കിം പറയും, നിനക്ക് ആ 3 മില്യൺ തന്നെ ഉറപ്പിച്ചുകൂടായിരുന്നു, അത് കുറച്ച് കൂടുതലല്ലേ നമുക്ക്. എന്നാൽ ഫെലിക്സ് കണക്ക് കൂട്ടി നോക്കിയപ്പോൾ 6 മില്യൺ വരെ ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റൂ എന്നുള്ള കാര്യം അവൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അവൾ തിരിച്ചു വന്ന് പറയാ, 6 മില്യൺ ഉറപ്പിച്ചിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ടീമുകൾ ആ ഫോമിൽ ഒപ്പിടാനായിട്ട് തിരക്കൂട്ടാണ്. എന്നാൽ അതിന്റെ ഇടക്ക് അവൾ പറയും, ഞാനായിരുന്നു ഇതിന്റെ ഹെഡെങ്കിൽ നിങ്ങൾക്ക് 6 മില്യൺ തരില്ലായിരുന്നു, അത് നിങ്ങൾക്ക് ഇത്തിരി കൂടുതലാ. ഇത് കേൾക്കുന്ന ഷാവോക്ക് ചോദിക്കും, പിന്നെ എന്തിനാ നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും തരുന്നത്? അപ്പോഴാണ് അവൾ പറയാ, ഇവരുടെ കയ്യിൽ നിന്ന് ബിസിനസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ ഇവരുടെ ബിസിനസ് എല്ലാം നടക്കാനായിട്ട് പോകുന്നത്. എത്യോപ്യയിൽ നിന്ന് സ്റ്റാർനെസ്റ്റ് കമ്പനി അവരുടെ കാപ്പി തൈകൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും, എന്നിട്ട് അവരുടെ കാപ്പി തൈകളാണ് ഇവിടെയെല്ലാം കൃഷി ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഈ നാട്ടുകാരെല്ലാവരും അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമായിരിക്കും. ശരിക്കും സ്റ്റാർനെസ്റ്റ് കമ്പനി എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ ബിസിനസ് കൈക്കലാക്കി വെച്ചാൽ പിന്നെ ഇവരുടെ കാപ്പിപ്പൊടിയും അവരുടെ കയ്യിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവരുടെ കാപ്പിപ്പൊടിയെല്ലാം മാറ്റിവെച്ച് ലോകത്ത് സ്റ്റാർനെസ്റ്റിന്റെ കാപ്പിപ്പൊടി മാത്രമായിരിക്കും കച്ചവടം ചെയ്യാനായിട്ട് പോവുക. സത്യം പറഞ്ഞാൽ ഷാവോക്കിന്റെ കാപ്പിപ്പൊടി അവർ നശിപ്പിച്ച് കളയും, പിന്നെ അത് കച്ചവടം ചെയ്യില്ല. എന്നാൽ ഇത് കേൾക്കുന്ന ഷാവോക്ക് അതിൽ ഒപ്പിടില്ല, എനിക്ക് പൈസയൊന്നും വേണ്ട, എന്റെ കാപ്പിപ്പൊടി മാത്രം മതിയെന്ന് പറഞ്ഞിരിക്കും. ഫെലിക്സ് പറയുന്നുണ്ട്, എനിക്ക് കിട്ടാൻ പോകുന്ന 2 മില്യണിൽ 1 മില്യൺ നീ എടുത്തു, എനിക്ക് കുഴപ്പമില്ല, നീ ഇതിലൊന്ന് ഒപ്പിട്ടാൽ മാത്രം മതി. ഇത് കാണുന്ന ലേഡി പറയും, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കൊരു ഭീഷണിയാവില്ല, നിങ്ങൾ ഇതിൽ ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കാപ്പിപ്പൊടിയായിരിക്കും ലോകത്തെ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലൊരു ബിസിനസ് ചെയ്ത് വിജയിക്കാനായിട്ട് പറ്റില്ല. അതല്ല, നിങ്ങൾ ഇതിൽ ഒപ്പ് വെക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ചൈനയിലെ ഏറ്റവും നല്ല കർഷകർക്കുള്ള അവാർഡ് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. എന്നാൽ അവൾ അവരുടെ നാടിനെ താഴ്ത്തിക്കെട്ടി പറഞ്ഞ് അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെടില്ല, ഷാവോക്കിനും കിമ്മിനും തീരെ ഇഷ്ടപ്പെടില്ല. ഷാവോക്ക്, എനിക്ക് അങ്ങനെയുള്ള വിജയം വേണ്ടാന്ന് പറയുന്ന നേരം ഫെലിക്സ് പറയും, എന്നാൽ നീ ഇല്ലെങ്കിൽ വേണ്ട, ഞാനും കിമ്മും ഒപ്പ് വെച്ചോളാം. അവർ പറയുന്ന പോലെ ഈ നാട്ടിൽ ഒരു ബിസിനസ്സും വിജയിക്കില്ല, കിം ഒപ്പ് വെക്കെന്ന് പറയുന്ന നേരം കിമ്മ് പറയും, പുറം നാട്ടിൽ നിന്ന് വന്ന ഒരു വരത്തനല്ല ഞങ്ങളുടെ നാടിന്റെ വിധി തീരുമാനിക്കുന്നത്. എന്നാൽ പറഞ്ഞത് ഫെലിക്സിന് തീരെ ഇഷ്ടപ്പെടില്ല, അവനെ വരത്തൻ എന്ന് വിളിച്ചത് ഫെലിക്സിന് ഇഷ്ടപ്പെടില്ല. എന്നാൽ കിം എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഷാവോക്കിന് പറയാനുള്ളത്. അതുകൂടെ കേൾക്കുന്ന നേരം അവന് പിടിച്ചു നിൽക്കാനേ പറ്റില്ല. അവൻ കിമ്മിന്റെ മോന്തൊക്കെ നോക്കി, നീ എന്താ വിചാരിച്ച, നീ വലിയ ജ്ഞാനിയാണോ, നീ വലിയ ബിസിനസ്സുകാരനാണോ, നിന്റെ ഈ കാടൻ ചിന്തകളും വെച്ച് നിനക്ക് ഈ നാട്ടിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഇതുപോലെ വിവരമില്ലാത്തമാരെ ഞാൻ ഈ ലോകത്ത് പോലും കണ്ടിട്ടില്ലെന്നും പറഞ്ഞ് അവൻ ആ നാട് വിട്ട് തന്നെ പോകും. അങ്ങനെയാണ് അവനിപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ അവൻ അവിടെ നിന്ന് പോന്ന എന്ന് മുതൽ അവന് പിന്നെ ഉറക്കം കിട്ടുന്നില്ല, അവന് വീണ്ടും ഇൻസോംനിയ ബാധിച്ചു. അതിന് ഡോക്ടർ പറയും, നീ ഇതെല്ലാം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ നാടാണ് നിനക്ക് ഏറ്റവും അനുയോജ്യം, അവിടെ ജീവിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. എന്നിരുന്നാലും ഫെലിക്സിന് തിരിച്ചു പോകാൻ പറ്റില്ല, അവിടുന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല അവൻ തിരിച്ചു പോകുന്നത്. ഇനിയും തിരിച്ച് അങ്ങോട്ട് തന്നെ ചെല്ലുകയാണെങ്കിൽ അത് ശരിയാവില്ലല്ലോ. എന്തായാലും ഉള്ള കാശ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ച് പല മുതലാളികളുടെ അടുത്തും ചെന്ന് അവന്റെ ആശയങ്ങളെല്ലാം പങ്കുവെക്കും. എന്നാൽ അവർക്കാർക്കും അവന്റെ ആശയങ്ങൾ അത്രക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ആ മുതലാളിയുടെ മുന്നിലേക്ക് ആ റെസ്റ്റോറന്റിലെ വെയിട്രസ് 2 കാപ്പികൾ കൊണ്ടുവെക്കുന്നത്. ഇത് യൂനാനിലെ ജിങ്മൈ എന്ന ഗ്രാമത്തിലുണ്ടാക്കുന്ന കാപ്പിപ്പൊടിയാണ്, ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ ഏറ്റവും കൂടുതൽ ഇതാണ് വിറ്റ് പോകുന്നതെന്ന് പറയുമ്പോൾ മുതലാളി പറയും, ചൈനയിലെ കാപ്പിപ്പൊടിയെല്ലാം ഒരു കാപ്പിപ്പൊടിയായിട്ട് കൂട്ടാൻ പറ്റുമോ? എന്നാൽ മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ കിമ്മിന്റെയും ഷാവോക്കിന്റെയും കാപ്പിയാന്ന് ഫെലിക്സിന് മനസ്സിലാകും. അവൻ അയാളോട് ഇത് കുടിച്ചു നോക്കൂ, ഏറ്റവും നല്ല കാപ്പിയാന്ന് പറയും. എന്നാൽ അയാൾ അവൻ പറയുന്ന മെയിൻ ചെയ്യുന്ന പോലുമില്ല, ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ സംസാരിച്ച് ഫെലിക്സിന് തീരെ ഇഷ്ടപ്പെടില്ല. ഏറ്റവും നല്ലൊരു കാപ്പിയാണ് അയാൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഫെലിക്സ് പിന്നെ വേറെ ഒന്നും നോക്കില്ല, തിരിച്ച് ഗ്രാമത്തിലേക്ക് തന്നെ വരും. എന്നാൽ നമ്മുടെ 2 ആളുകളും അവനെ സ്വീകരിക്കില്ല എന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ചെന്നപ്പോഴെല്ലാം മനസ്സിലായത് അവരവനെ സ്വീകരിച്ചു. അങ്ങനെ അവർ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങും. നേരത്തെ കാപ്പിപ്പൊടിക്ക് അവരൊരു പേര് വെച്ചില്ലായിരുന്നല്ലോ, ബ്രാൻഡ് വെച്ചില്ലായിരുന്നല്ലോ, എന്നാൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് വെക്കാനായിട്ട് അവർ തീരുമാനിക്കും. പ്യുവർ കോഫി എന്നാണ് അതിന് പേര് കൊടുക്കുന്നത്. മാത്രമല്ല നേരത്തെ അവർ ഓൺലൈനിലായിരുന്നല്ലോ ഇതെല്ലാം വിറ്റിരുന്നത്, മറ്റാളുകളായിരുന്നല്ലോ ഡെലിവറി ചെയ്തിരുന്നത്, ഇനി നമ്മുടെ ആളുകൾ തന്നെയാണ് ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് പണിയുള്ള പരിപാടിയാണ്. എന്നാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കുറച്ചധികം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണിത്. അങ്ങനെ അവരിപ്പോൾ സ്വന്തം ബ്രാൻഡിലെ കാപ്പിപ്പൊടികൾ ഇറക്കാൻ തുടങ്ങി. ഇതുവരെ ചൈനയിലെ ഏറ്റവും നല്ലൊരു കാപ്പിപ്പൊടി എന്ന് പറയാനായിട്ട് നല്ല കാപ്പിപ്പൊടികളൊന്നും ഇല്ലായിരുന്നു. ഇനി അവർക്ക് സ്വന്തം ബ്രാൻഡിലുള്ള കാപ്പിപ്പൊടി, ചൈനയുടെ കാപ്പിപ്പൊടി ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും എത്തിക്കാൻ പറ്റും. എന്നാൽ ഇത് ഇങ്ങനെ കച്ചവടം ചെയ്തിട്ട്
നോക്കിയിട്ട് കാര്യമില്ല, നല്ലൊരു മാർക്കറ്റിംഗ് വേണം. എന്നാൽ അതിനായി അവർ കഷ്ടപ്പെടേണ്ടി വന്നില്ല. കാരണം ചൈനയുടെ കാപ്പിപ്പൊടി ആയതുകൊണ്ട് തന്നെ ചൈനയിൽ ഇഷ്ടം പോലെ ആളുകൾ അത് റിവ്യൂ ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഈ റിവ്യൂവിൽ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ചെല്ലാം പറഞ്ഞ് അവസാനം 100,000-ഓളം പാക്കറ്റുകളാണ് അതിൽ തന്നെ വിൽക്കാനായിട്ട് വെക്കുന്നത്. വിചാരിച്ച പോലെയല്ല, പെട്ടെന്ന് തന്നെയാണ് അതെല്ലാം വിറ്റുപോകുന്നത്. ഇപ്പൊ ചൈനയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാപ്പിപ്പൊടി നമ്മുടെ കാപ്പിപ്പൊടിയാണ്. മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. ഇതുവരെ അവർ ഷാവോക്കിന്റെ വീട്ടിൽ നിന്നായിരുന്നല്ലോ കാപ്പിപ്പൊടികളെല്ലാം മിക്സ് ചെയ്തിരുന്നത്. ഇപ്പൊ അവർക്ക് അതിനായിട്ട് ഒരു ഫാക്ടറി വരെ ആയിട്ടുണ്ട്. നമ്മുടെ കാപ്പിപ്പൊടി ചൈനയിലല്ല, ലോകത്ത് മൊത്തം ശ്രദ്ധ പിടിച്ചു പറ്റിയതുകൊണ്ട് തന്നെ ഇപ്പൊ ചൈനയിൽ കാപ്പിപ്പൊടിക്കായിട്ട് ഒരു അസോസിയേഷൻ വരെ രൂപീകരിച്ചു. ഇന്നാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ആളുകളാണ് ചൈനയിൽ ഈ ഒരു അസോസിയേഷൻ രൂപീകരിക്കാൻ തന്നെ ഏറ്റവും കൂടുതൽ കാരണമായത്. അങ്ങനെ അവർ സന്തോഷത്തിൽ നടന്നു വരുന്ന നേരത്താണ് ഇതിനു മുന്നേ എങ്ങോ കണ്ടൊരു മുഖം ആരോടോ സംസാരിക്കുന്ന കാണുക. ചെന്ന് നോക്കുന്ന നേരം ആ ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. ഏത് ലേഡി? സ്റ്റാർനെസ്റ്റ് എന്ന കമ്പനിയുടെ ഏഷ്യയിൽ അധ്യക്ഷയിലായിരുന്നോ അവളിപ്പോ 2 പയ്യന്മാരെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഷാവോക്ക് അവന്റെ കാർഡ് എടുത്തു കൊടുക്കും. എന്നാൽ അവള് പറയും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന്. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുക ആ പയ്യന്മാർ അവിടെ ഇല്ല. അവരൊക്കെ എപ്പോഴേ എസ്കേപ്പ് ആയി. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ ഒരു അംഗീകാരം കിട്ടാനുണ്ട്, ഒരു അവാർഡ് കിട്ടാനുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ചൈനീസ് മാർക്കറ്റിന്റെ 3% ഇപ്പൊ നമ്മുടെ ആളുകളുടെ കയ്യിലാണ്. കഴിഞ്ഞ വർഷം 2% ആയിരുന്നു. ഒരു വർഷം കൂടിയപ്പോഴേക്ക് അത് 3% മാറി. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ആളുകളുടെ കാപ്പിയാണ്. 5 വർഷം കഴിഞ്ഞാലും അതിന്റെ രുചിയിലോ കടുപ്പത്തിലോ ഒന്നും ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. എല്ലാവർക്കും ഇപ്പോഴും അത് തന്നെയാണ് ഇഷ്ടം. കട്ട് ചെയ്താൽ അവരിപ്പോൾ ഒരു ഇന്റർവ്യൂവിലാണ്. നമ്മുടെ നാട്ടിലുണ്ട് ചില ഇന്റർവ്യൂകൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അങ്ങനെ തിളയ്ക്കും. കൂടെ തന്നെ ആർക്കോ വേണ്ടി എന്തോ കുറെ ചോദ്യങ്ങളും. എന്നാൽ ഈ ഇന്റർവ്യൂ അങ്ങനെയുള്ള ഇന്റർവ്യൂ അല്ല. അവര് ചോദിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓർഡർ ഏതായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഓർഡർ ഇല്ല, എല്ലാം ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയായിരുന്നു എന്ന് പറയുന്ന നേരം ഷാവോക്ക് പറയും അല്ല, എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അതേതാന്ന് വെച്ചാൽ അവരിങ്ങനെ കാപ്പിപ്പൊടി എല്ലാം പേക്ക് ചെയ്ത് വെക്കുന്ന സമയത്താണ് ഷാവോക്കിന്റെ അച്ഛന്റെ പേരിൽ ഒരു ഓർഡർ വന്നിരിക്കുന്നത്. ഇത് അച്ഛൻ തന്നെയാണോ വേറെ ആരെങ്കിലും ആണോ എന്ന് നോക്കും. എന്നാൽ അഡ്രസ്സ് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇത് അച്ഛൻ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത് ഡെലിവറി ചെയ്യാനും ഷാവോക്ക് തന്നെയാണ് ചെല്ലുന്നത്. അങ്ങനെ വീടിന്റെ തൊട്ടു മുന്നിലെത്തുമ്പോഴാണ് അച്ഛൻ അകത്തുണ്ടെന്ന് മനസ്സിലാവുക. എന്നാൽ ആ ഒരു സമയത്ത് അച്ഛന്റെ മുന്നിൽ അവന് നിൽക്കാനായിട്ട് തോന്നില്ല. അവൻ ആ ബോക്സും അവിടെ വെച്ച് മെല്ലെ തിരിച്ചു പോരാൻ നേരത്താണ് അച്ഛൻ അകത്തുനിന്ന് സംസാരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ചേരുമെന്ന്. ഇതിപ്പോ വീടിന് മുന്നിൽ വെച്ച് പോകാനാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അച്ഛന് മനസ്സിലായിട്ടുണ്ട് പുറത്ത് ഷാവോക്കാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അവൻ അകത്തേക്ക് ഇപ്പോൾ വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഷാവോക്കും എല്ലാം അകത്തേക്ക് കയറി അച്ഛന്റെ നേരെ മുന്നിൽ വന്നിരിക്കും. അവൻ തന്നെ പെട്ടി തുറന്ന് ആ പൊടിയിട്ട് ഒരു കാപ്പി ഉണ്ടാക്കിയിട്ട് അച്ഛന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ആ കാപ്പി കുടിക്കുന്ന അച്ഛൻ ചോദിക്കും എന്തൊരു കയ്പാടോ ഇതിന്? എനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് ലോകത്തുള്ള എല്ലാവരും ഈ കയ്പിന് ഇഷ്ടപ്പെടുന്നതെന്നാണ്. എന്തായാലും നീ വെറുതെ ഇരിക്കല്ലേ, നീയും കാപ്പി കുടിക്കുന്ന പറഞ്ഞ് അവൻ ഒഴിച്ചു കൊടുക്കാൻ നേരം അവൻ പറയും അച്ഛൻ എനിക്ക് കാപ്പി വേണ്ട, അച്ഛൻ ഉണ്ടാക്കുന്ന ചായ മതി. അത് കേൾക്കുന്ന അച്ഛന്റെ കണ്ണും നിറഞ്ഞോണ്ട് അച്ഛൻ അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായ ഒഴിച്ചു കൊടുക്കും. എനിക്കറിയാം ജീവിതത്തിൽ ഇഷ്ടം പോലെ ആളുകൾ ഇതുപോലെ നിമിഷത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാകും. എന്തായാലും അതെല്ലാം നടക്കട്ടെ. ഇപ്പൊ പഴയ പോലെയല്ല, നമ്മുടെ നാട് ഇഷ്ടം പോലെ വികസിച്ചു. നമ്മുടെ ആളുകളുടെ കയ്യിൽ ആദ്യമൊന്നും കാശില്ലായിരുന്നല്ലോ, ഇപ്പോഴങ്ങനെയല്ല, എല്ലാവരുടെ കയ്യിലും കാശുണ്ട്. മാത്രമല്ല നാട് വിട്ടുപോയ ആളുകളെല്ലാം മെല്ലെ മെല്ലെ തിരിച്ചു വരാൻ തുടങ്ങി. ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മൾ ഇപ്പൊ കാണുന്നത് കിമ്മിന്റെ ഡെലിവറി ബോയ്സിനെയാണ്. ആദ്യം ഇത്രയും ആളുകൾ ഇല്ലായിരുന്നല്ലോ, എല്ലാം പ്രായമായ ആളുകളായിരുന്നല്ലോ. ഇപ്പോഴങ്ങനെയല്ല, ഇഷ്ടം പോലെ ആളുകളായിട്ടുണ്ട്. അവരെല്ലാവരും ആരൊക്കെയാന്ന് വെച്ചാൽ നാട് വിട്ടു പോയിരുന്ന ആളുകളാണ്. നാട് വിട്ടുപോയിട്ട് പല ജോലികളും ചെയ്ത ആളുകൾ ഇപ്പൊ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞിരുന്നല്ലോ നാട് വിട്ടുപോയ എല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഇപ്പൊ അവരുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും വരിക്ക് നിർത്തിക്കൊണ്ട് കിം അവന്റെ മുദ്രാവാക്യം പറയിപ്പിക്കും. ഒരൊറ്റ ക്ലിക്ക് സാധനങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലെത്തും. ഇപ്പോഴവർ കൊണ്ടുപോകുന്ന ഡെലിവറി ബോയ്സ് കൊണ്ടുപോകുന്ന കാപ്പിപ്പൊടികൾ മാത്രമാണ്, കുറച്ചൊന്നുമല്ല. ഇഷ്ടംപോലെ കാപ്പിപ്പൊടികൾ ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ അവർക്ക് വണ്ടികൾ വരെയുണ്ട്. അങ്ങനെ ഡെലിവറി ബോയ്സും വണ്ടികളും ദൂരേക്ക് പോകുന്ന കാണിച്ചുകൊണ്ട് കോഫി ഓർ ടീ എന്ന സിനിമ അവസാനിക്കുന്നു. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ജീവിതത്തിൽ കുറേ ആളുകൾ ഇതുപോലെ വിജയിക്കാനായിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇതുവരെ അവർക്ക് വിജയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങളുടെ സമയം വന്നുകൊണ്ടിരിക്കുകയാകും. നേരത്തെ ഫെലിക്സിനെ കണ്ടില്ലേ, അവൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയതായിരുന്നു. അവിടുന്ന് കിമ്മിനെ കാണുന്നതോടെയാണ് അവൻ്റെ ജീവിതം എല്ലാം മാറി മറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും എവിടെയെങ്കിലും ഒരു കിം കാത്തിരിക്കുന്നുണ്ടാകും. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട സിനിമ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ മറക്കാതെ കമൻറ്റും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു സിനിമയായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ഫിലിം ക്രോണിക്കിൾ.